ഗുഡ് മോർണിംഗ് എവരി വൺ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ ദിവസം LDC 2024 മൂന്നാമത് ഫേസ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളുടെ എക്സാമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇനി നമ്മൾ ഇപ്പോൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം, അക്കാഡമിക്സ് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക നമ്മുടെ SSC, RRB എക്സാമുകളുടെ ചർച്ചയിലും മറ്റുമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ നമ്മളെ അറിയുന്ന നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയുമായിരിക്കും നമ്മൾ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഓപ്ഷൻസ് കൂടി മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് പോകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻസ് പഠിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പുതിയതായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എപ്പോഴും ഒരു ഫേസിലെ ഒരു ചോദ്യവും കുറച്ച് ഓപ്ഷൻസും ഉണ്ടാകും. ഈ നമുക്ക് വളരെ കോമ്പാക്ട് ആയിട്ടുള്ള, ഭയങ്കര കോമ്പാക്ട് അല്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റുന്ന നമുക്കൊരു സർട്ടൺ എമൗണ്ട് ഓഫ് സിലബസ് ആണ് നമുക്കുള്ളത്. ഇതിൽ നിന്ന് തന്നെ മാറി മാറിയുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും വരാറുള്ളത്. മിക്കവാറും ഒരു മോസ്റ്റ് ഓഫ് ഒരു 60-70% നമുക്ക് എന്താണ്, നമുക്ക് ഓൾറെഡി പരിചിതമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവ മനസ്സിലാക്കാൻ, അവ പഠിക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്? ഓരോ ക്വസ്റ്റ്യൻസിലും ഓപ്ഷൻസ് കൂടി നമ്മൾ മനസ്സിലാക്കി പോവുക എന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗ്ഗമാണ്. ഞാൻ കംപ്ലീറ്റ് ഓപ്ഷൻസ് മാത്രം പഠിച്ചാൽ അടുത്ത എക്സാം മുഴുവൻ എഴുതി അങ്ങോട്ട് എന്താ പറയുക 100 മാർക്ക് വാങ്ങാൻ പറ്റുമെന്ന് പറയുകയല്ല. പക്ഷേ നമ്മളൊരു 3-4, നമ്മൾ എന്തുകൊണ്ടാണ് മോക്ക് ടെസ്റ്റുകൾ എടുക്കണം എന്ന് പറയുന്നത്? നമ്മളുടെ ഏത് കോഴ്സ്, ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് നമ്മൾ തുടങ്ങിയ കോഴ്സാകട്ടെ, LSG ആയിട്ടെ, എല്ലാത്തിലും ഒരു ക്ലാസ്സിന് ശേഷം നമ്മൾ 10 മാർക്കിൻ്റെ ഉൾപ്പെടെ, നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല, പിന്നീട് തന്നെ ടോപ്പിക് വൈസും സബ്ജക്ട് വൈസുള്ള ടെസ്റ്റുകൾ എന്തുകൊണ്ടാണ് നമ്മൾ തരുന്നത്? എന്തുകൊണ്ടാണ് ടെസ്റ്റുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? കാരണം ആ ടെസ്റ്റുകൾ, അതിൽ ഓപ്ഷൻസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഓപ്ഷൻ പുതിയതായിട്ട് അറിയുന്നില്ല എന്നെങ്കിൽ അത് അറിയുന്ന സമയത്ത് നിങ്ങൾ എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾ മനസ്സിലാക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഓപ്ഷൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കുക. നമ്മൾ ഓൾറെഡി SSC, RRBയിൽ അക്കാഡമിക് ഇഷ്യൂസ് ഓൺ ആ പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതിൽ നമ്മൾ പയറ്റി തെളിഞ്ഞൊരു കാര്യം, നമ്മൾ അക്കാഡമിക്സ് PSC എന്ന് പറയുന്നത് നമ്മളുടെ പുതിയ എന്താ പറയുക, നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട്, PSCക്ക് നമ്മൾ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്, PSCക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് സെപ്പറേറ്റ് ചാനൽ തുടങ്ങിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഒരു രീതി നമ്മൾ ഇവിടെയും കൂടി എന്ത് ചെയ്യുകയാണ്? പയറ്റി തെളിയിക്കാനായിട്ട് പോവുകയാണ്. സോ ഇൻ ഷോർട്ട് എന്താണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ച തന്നെ ആയിരിക്കും. നമ്മൾ 3-4 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ LDC പേപ്പർ മുഴുവനാക്കുന്നത്. പക്ഷേ ഷോർട്ടായിട്ടുള്ള ഒരു 3-4 പാർട്ടുകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്ഷൻസ് ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ട് എങ്ങനെ കൂടി നമ്മൾ പഠിക്കണം എന്നുകൂടി കൂട്ടുകാർ മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ കണ്ട് തുടങ്ങാം. ഇനി ജനറൽ ആയിട്ട് പ്രാവശ്യത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ കട്ട് ഓഫ് പറയുന്ന രീതി നമുക്കറിയാം. പണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് അക്കാഡമിക്സ് തുടങ്ങിയ സമയം മുതൽ നമുക്ക് കട്ട് ഓഫ് പറയുന്ന ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യാറില്ല. അത് കട്ട് ഓഫ് വരുമ്പോൾ വരട്ടെ, നമുക്കത് ആലോചിച്ചിരിക്കണം. നമ്മുടെ എക്സാം എന്താണ്, ഇനി എക്സാം മോശമാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം, എന്താണ് പ്രിപ്പറേഷനിലെ പ്രശ്നം, അത് ഏത് രീതിയിൽ നമ്മൾ ഓവർകം ചെയ്യണമെന്ന് ആലോചിക്കുക എന്നല്ലാണ്ട് കട്ട് ഓഫ് എന്ന തലത്തിൽ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ തലപുണ്ണാക്കേണ്ട ആവശ്യമില്ല. അത് എന്താണ്, സെക്കൻഡറി ആയിട്ട് അതിന് കണക്കാക്കുക. നോക്കൂ, ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. എങ്ങനെയാണ് മൊത്തം ജനറൽ എക്സാം നോക്കാം. കഴിഞ്ഞ 2 ഫേസുകളെക്കാളും കുറച്ച് ഒരു എളുപ്പം എന്ന തലത്തിലാണ് ജനറൽ ആയിട്ടുള്ള അഭിപ്രായം കേട്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് നോക്കാം, കട്ട് ഓഫ് നമുക്ക് വരുമ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മൾ അതിൽ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം എന്താണ്? ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചതാര് എന്നതാണ് ചോദ്യം. നമ്മൾ ധാരാളമായിട്ട് നമ്മൾ എന്താണ്, ഇതുപോലത്തെ ഒരുപാട് സഭകൾ, സമിതികളൊക്കെ സ്ഥാപിച്ച ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു ഭാഗം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? നമുക്കറിയാം അല്ലേ, നമ്മളുടെ സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് സാമൂഹിക നവോത്ഥാന നേതാക്കന്മാരുണ്ട്. ആ ഇടത്ത് നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് കൂടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉത്തരം എന്താണ്? വിദ്യാപോഷിണി സഭ ആരാണ് സ്ഥാപിച്ചത്? സഹോദരൻ അയ്യപ്പനായിരുന്നു അല്ലെ. സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത്. ഇനി സഹോദരൻ അയ്യപ്പനെ കുറിച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെയധികം, അതായത് ഒരു നിരീശ്വരവാദം എന്നോ അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള ചിന്ത എന്നോ ഈ രീതിയിൽ മുന്നിട്ട് പോയിട്ടുള്ള ആദ്യത്തെ ഒരു സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ എന്താ പറയുക, ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ഇദ്ദേഹം. സഹോദരൻ അയ്യപ്പനെ കുറിച്ച് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ, മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ് ആ പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പാർട്ടി, നാഷണലിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി വഴിക്ക് പോയിട്ടുണ്ട്. ഓൾസോ അദ്ദേഹം എന്താ പറയുക, സ്ഥാപക എഡിറ്ററായിട്ട് ഒരു പത്രം ഉണ്ടായിരുന്നു. ഏതായിരുന്നു അത്?
യുക്തിവാദി. എന്താണ്? യുക്തിവാദി. അപ്പൊ യുക്തിവാദി എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം അല്ലെ? യുക്തിയാണ്, റാഷണാലിറ്റി, ലോജിക്കലി റാഷണലി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഇദ്ദേഹം. യുക്തിവാദി എന്ന് പറയുന്ന മാസിക അല്ലെങ്കിൽ ഇത് മാസിക ആരംഭിക്കുന്നത് 1928 എപ്പോഴാണ്? 1928 യുക്തിവാദി മാസിക എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇനി യുക്തിവാദി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്താഗതി ഏത് രീതിയിലാണ് എന്ന് കൂട്ടുകാർക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ? അദ്ദേഹത്തിന്റെ വളരെ ഈ മാസികയുടെ ആപ്തവാക്യമായിരുന്നു എന്ത്? യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഘനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ. അതായത് ലോകത്തെ എന്തെല്ലാം വിജ്ഞാനം ഉണ്ടാക്കിയിട്ടുണ്ടോ അത് മുഴുവൻ മനുഷ്യന്റെ യുക്തിയിൽ നിന്നുണ്ടായിട്ടുള്ള ജ്ഞാനമാണ്. ലോകത്ത് നിങ്ങൾ എന്ത് ജ്ഞാനം നോക്കുകയാണെങ്കിലും അത് മനുഷ്യൻ യുക്തി ഉപയോഗിച്ചപ്പോൾ മാത്രം നമുക്ക് ലഭിച്ചതാണ് എന്നതാണ് ഈ യുക്തിവാദി മാസികയുടെ എന്ത് ആപ്തവാക്യം എന്നൊക്കെ പറയുന്നത്. ശരി, അത് പോട്ടെ. ഇനി സഹോദരൻ അയ്യപ്പന്റെ പ്രധാനപ്പെട്ട കുറെ എന്തുണ്ട്? വാചകങ്ങൾ. അപ്പൊ നിങ്ങൾ ആ വാചകങ്ങളുടെ ഒരു പൊതു സ്വഭാവം നോക്കൂ. ദൈവത്തിനെ സ്തുതിക്കുന്നതല്ല, യുക്തിയെയും മനുഷ്യനെയും അല്ലെ, മനുഷ്യനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മനുഷ്യനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. മനുഷ്യനെ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹം. മനസ്സിലാവുണ്ടോ? മനുഷ്യരെല്ലാവരും സഹോദരന്മാരാകുന്നു എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ് അല്ലെ? കർമ്മത്താൽ ചണ്ഡാളൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് ആരാണ്? ഇദ്ദേഹമാണ്. അതായത് ഒരാൾ ബ്രാഹ്മണനോ ചണ്ഡാളനോ ആകുന്നത് എന്താ അതിന്റെ അർത്ഥം? ബ്രാഹ്മണൻ ചണ്ഡാളനും വേണമെന്നാണോ അർത്ഥം? അല്ല. എന്താ അതിന്റെ അർത്ഥം? മനുഷ്യനെ പല തട്ടിലായിട്ട് കാണേണ്ട ആവശ്യമില്ല. മനുഷ്യനെ തട്ടുകളിലാക്കേണ്ടത് എന്തുകൊണ്ട് മാത്രമാണ്? കർമ്മത്താലാണ്. ഒരാളുടെ പ്രവൃത്തിയാണ് അയാളുടെ എന്ത് നിശ്ചയിക്കുന്നത്? അയാളുടെ മൂല്യം നിശ്ചയിക്കുന്നത്. അല്ലാണ്ട് ജനനത്തോടു കൂടി ഒരാൾ ബ്രാഹ്മണനോ ചണ്ഡാളനോ ആകുന്നില്ല എന്ന് പറഞ്ഞ ആളായിരുന്നു ഇദ്ദേഹം. നമ്മളെപ്പോഴും ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമി എന്ത് പറയുന്നുണ്ട്? ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് വൈകുണ്ഠസ്വാമി പറയുന്നുണ്ട്. സഹോദരനയ്യപ്പൻ എന്ത് ചെയ്തു? ഇതിനെ തിരുത്തി. എന്താ അദ്ദേഹം പറഞ്ഞത്? നമുക്ക് എന്ത് വേണ്ട? ജാതി വേണ്ട. എന്ത് വേണ്ട? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട. ആർക്ക്? മനുഷ്യന് എന്ന് പറഞ്ഞ ആളായിരുന്നു ആര്? സഹോദരനയ്യപ്പൻ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ആര്? സഹോദരനയ്യപ്പൻ. പിന്നീട് ഇദ്ദേഹം SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്യുന്നുണ്ട് 1940. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പൊ ഈ രീതിയിൽ നമ്മളുടെ മിശ്രഭോജനം കൂടി ഞാൻ പറയേണ്ടിയിരുന്നു, അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. മിശ്രഭോജനം ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളമായിട്ട് മിശ്രഭോജനം നടത്തി. മനുഷ്യൻ എന്താണ്? എല്ലാവരും ഒന്നാണ് എന്ന രീതിയിൽ എന്താണ് അദ്ദേഹം പ്രഖ്യാപിക്കാനായിട്ട് 1917 ചെറായിൽ വെച്ച് നടത്തിയ മിശ്രഭോജനമായിരുന്നു ഇതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ നമ്മൾ, അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. കൂടുതൽ മൊത്തത്തിൽ സഹോദരനയ്യപ്പനെ കുറിച്ച് എല്ലാം പറയാനുള്ള ക്ലാസ് നമുക്ക് സമയം നമുക്കില്ല. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂട്ടുകാർ ആലോചിക്കുക. ഇനി നോക്കൂ, ചട്ടമ്പി സ്വാമികൾ. സ്ഥിരമായി ചോദ്യം വരുന്ന ഒരു വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ഏതെങ്കിലുമൊക്കെ ഫേസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥിരമായി ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിലും ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ? ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് ചോദ്യം ഏറ്റവും പ്രധാനമായിട്ട് വരാറുള്ളത് 2-3 കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ത് എന്നത് പലപ്പോഴും വരാറുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? അയ്യപ്പൻ എന്നതാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി ചട്ടമ്പി സ്വാമികളുടെ എന്താ പറയുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അദ്ദേഹത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പേരുകളെ കുറിച്ചാണ്. എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ വിവിധങ്ങളായിട്ടുള്ള പേരുകളുണ്ട്. എന്തൊക്കെയാണ്? സർവവിദ്യാധിരാജ അല്ലെ? വിദ്യാധിരാജ എന്ന് വിളിക്കുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളെയാണ് വിളിക്കുന്നത്. ഷൺമുഖദാസൻ ആരെയാണ് വിളിക്കാറുള്ളത്? ചട്ടമ്പി സ്വാമികളെയാണ് വിളിക്കാറുള്ളത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ആരാണ്? തൈക്കാട് അയ്യയാണ് വിളിച്ചത് അല്ലെ? കാഷായമില്ലാത്ത സന്യാസി അല്ലെ? കാഷായവും അല്ലെങ്കിൽ എന്താണ് കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് അല്ലെ? അപ്പൊ ഈ ബാലഭട്ടാരകൻ, അത് ഞാൻ മറന്നുപോയി, അതുകൂടി പറയേണ്ടത് നമുക്ക്, അത് പറയാതെ ഒരിക്കലും പോകാൻ പറ്റില്ല. ബാലഭട്ടാരകൻ എന്ന് വിളിപ്പേരുള്ളത് ആരാണ്? അത് നമ്മളുടെ ഇദ്ദേഹം തന്നെയാണ്, ചട്ടമ്പി സ്വാമികൾ തന്നെയാണ് അല്ലെ? അപ്പോൾ ഈ രീതിയിൽ പിന്നെ സ്വാമി വിവേകാനന്ദൻ എന്താണ്? ധാരാളമായിട്ട് ചട്ടമ്പി സ്വാമികളെ കുറിച്ച്, ചട്ടമ്പി സ്വാമികളും സ്വാമി വിവേകാനന്ദനും എന്ത് ചെയ്യുകയാണ്? മലബാറിൽ എന്ത് ചെയ്യുന്നുണ്ട്? മലബാറിൽ ഞാനൊരു ആരെ കണ്ടു? ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ആര് പറയുകയാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ആര് പറയുന്നത്? വിവേകാനന്ദൻ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ രീതിയിൽ വളരെയധികം എന്താ പറയുക, ഒരു വലിയ രീതിയിലുള്ള ഒരു എഫക്ട് കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തിൽ ഉണ്ടാക്കിയ ചട്ടമ്പി സ്വാമികളെ കുറിച്ചും കൂട്ടുകാർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ കൃതികളാണ്. ആരാണ്? ഇപ്പോൾ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ,
ഇവരെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ കൃതികൾ കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓർത്ത് വെക്കേണ്ടത്. കാരണം ഇവർ ഒന്നിൽ കൂടുതൽ പ്രശസ്തമായിട്ടുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന കൃതികൾ ആരെഴുതിയിട്ടുണ്ട്, ഇവരെഴുതിയിട്ടുണ്ട് അല്ലെ. ഇപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാചീന മലയാളം അല്ലെ, പ്രാചീന മലയാളം ആരുടേതാണെന്ന് പല സമയത്ത് ചോദിക്കാറുണ്ട് അല്ലെ. പ്രാചീന മലയാളം, അതായത് ബ്രാഹ്മണരാണ് എന്ത് ചെയ്യുന്നത്, ബ്രാഹ്മണർക്ക് പരശുരാമൻ ദാനം ചെയ്തതാണ് കേരളം എന്ന് പറയുന്ന ഒരു പൊതുബോധത്തിനെതിരായിട്ട് എന്താണ് ചോദ്യം ഉന്നയിക്കുന്ന ഒന്നാണ് ഇത് പ്രാചീന മലയാളം എന്ന് പറയുന്ന കൃതി അല്ലെ. വേദാധികാര നിരൂപണം അല്ലെ, വേദാധികാര നിരൂപണം എന്ന് പറയുന്ന കൃതിയുണ്ട്. അതുപോലെ ഇതുണ്ട് മോക്ഷപ്രദീപ ഖണ്ഡനം അല്ലെ. മോക്ഷപ്രദീപം എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണെന്ന് കൂട്ടുകാർ തന്നെ ചെയ്യുക, താഴെ പറയാം അല്ലെ. ആലത്തൂർ ശിവയോഗി അല്ലെ, ബ്രഹ്മാനന്ദ ശിവയോഗി എന്താണ് മോക്ഷപ്രദീപം എന്ന് പറയുന്ന കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ മോക്ഷപ്രദീപ ഖണ്ഡനത്തിന് എന്ത് ചെയ്യുകയാണ്, ഖണ്ഡിച്ചുകൊണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന് പറയുന്ന കൃതി ഉണ്ടായിരുന്നു. ഈ മോക്ഷപ്രദീപത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് ആരെഴുതിയത്, ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയായിരുന്നു മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്ന കൃതി. മനസ്സിലാവുന്നുണ്ടോ? ഇവയൊക്കെ കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ക്രിസ്തുമത ഛേദനം, ഇങ്ങനെ പല പല കൃതികൾ എന്തുണ്ട്, അദ്ദേഹം ക്രിസ്തുമത നിരൂപണം, മനസ്സിലാവുന്നുണ്ടോ? ഇത്തരം കൃതികൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പലതും എഴുതിയിട്ടുണ്ട്. വളരെ ശക്തമായിട്ട് ബ്രാഹ്മണർക്കാണ് കേരളമുള്ളത് എന്ന് പറയുന്ന തരത്തിലുള്ള എന്താ പറയുക, അതിനെ എന്താണ് പരശുരാമൻ ബ്രാഹ്മണർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് കേരളം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക വിശ്വാസത്തിനെ എതിർത്ത പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ഇങ്ങനെ അതായത് വേദാധികാരം ആർക്കാണ് അല്ലെ, അത് ബ്രാഹ്മണർക്ക് മാത്രമാണോ, അവർണർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപം എന്ന് പറയുന്ന ആരുടേതാണ്, ബ്രഹ്മാനന്ദ ശിവയോഗി അല്ലെങ്കിൽ ആലത്തൂർ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയ മോക്ഷപ്രദീപ ഖണ്ഡനം അല്ലെ. ക്രിസ്തുമത വിശ്വാസത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞുള്ള ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ഛേദനം, ഇങ്ങനെയുള്ള കൃതികളെല്ലാം ആരുടെ അടുത്ത് ചട്ടം. അപ്പൊ നോക്കൂ, എല്ലാം ഒരു വിപ്ലവാത്മകമായിട്ടുള്ള അല്ലെ, അന്ന് നിലവിലുള്ള പൊതുബോധത്തിനെതിരായിട്ട് എഴുതുന്ന കൃതികളാണ് അല്ലെ. ഇനി മറ്റൊരു വിപ്ലവ നായകൻ ആരാണ്, അയ്യങ്കാളി തന്നെയാണ് അല്ലെ. അയ്യങ്കാളിയെക്കുറിച്ചും കൂട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് വിശ്വസിക്കും. ഞാനിനി എല്ലാ ആളുകളെക്കുറിച്ചും എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അയ്യങ്കാളിയെക്കുറിച്ചും ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ചെയ്യുക, ശ്രദ്ധിക്കുക അല്ലെ. അയ്യൻ, മാല എന്നിവരുടെ പിതാവും മാതാവും ഇവരായിരുന്നു അല്ലെ. ബാല്യത്തിൽ കാളി എന്ന് വിളിച്ചിട്ടുള്ള ആളാരായിരുന്നു, അയ്യങ്കാളിയെ ബാല്യത്തിൽ ആരായിരുന്നു, കാളി എന്ന പേരിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അയ്യങ്കാളി വളരെയധികം എന്താണ് ഫേമസ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2-3 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. എന്താണ്, സാധുജന പരിപാലന സംഘം അല്ലെ, സാധുജന പരിപാലന സംഘം ഇദ്ദേഹമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കല്ലുമാല സമരം അല്ലെ, കല്ലുമാല സമരം അല്ലെങ്കിൽ എന്താണ് പെരിനാട് ലഹള എന്നറിയപ്പെട്ടിരുന്നത്, രണ്ടും ഒരു പേരാണ്. പെരിനാട് ലഹള, കല്ലുമാല സമരം അല്ലെ. എപ്പോഴാണ്, 1915 തന്നെ നടന്ന മറ്റൊരു കാര്യം ഉണ്ടല്ലോ, എന്താണ്, ഊരൂട്ടമ്പലം ലഹള അല്ലെ. ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നത്, 90-ാം ആണ്ട് ലഹള അല്ലെ, 90-ാം ആണ്ട് ലഹള. അപ്പോൾ ഇവയെല്ലാം ആരുടെ കീഴിലായിരുന്നു, അയ്യങ്കാളിയുടെ അല്ലെ. ആളുകൾക്ക് എന്താണ് വഴി നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിടത്തുകൂടെ വില്ലുവണ്ടിയിലൂടെ അല്ലെ, പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർ നടക്കരുതെന്ന് പറഞ്ഞപ്പോൾ എന്താ നടക്കുന്നില്ല, ഒരു കാര്യം ചെയ്യാം, എന്താണ് വില്ലുവണ്ടിയിൽ തലപ്പാവും വെച്ച് ഞാൻ പോവും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ഒരാളായിരുന്നു അയ്യങ്കാളി അല്ലെ. ഇതൊക്കെ ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് കൂടി ക്ലിയർ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എക്സാമുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ 4-5 പേരുടെ ഓൾറെഡി എന്തായിരിക്കും, പ്രിപ്പയർഡ് ആയിരിക്കും. ഈ ഒരു രീതി നിങ്ങൾ എക്സാമുകളിൽ പിന്തുടർന്നാൽ ഈ ഒരു എക്സാമുകൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കണം. ധാരാളം മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നതിന്റെ അർത്ഥം എന്തിനാണ് മോക്ക് ടെസ്റ്റുകൾ എടുക്കണമെന്ന് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടും. മോക്ക് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ചോദ്യങ്ങൾ ചെയ്യുകയും ആ 100 ചോദ്യത്തിൽ എനിക്ക് 68 കിട്ടി ശരി എന്ന് പറഞ്ഞ് പോവുക, അല്ലെങ്കിൽ 45 കിട്ടി ശരി എന്ന് പറഞ്ഞ് പോവലല്ല. നിങ്ങൾ ഇരുന്ന് പിന്നീട് ആ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുന്ന സ്ഥലത്താണ് നിങ്ങളുടെ വാല്യൂ അഡിഷൻ സംഭവിക്കുന്നത്. ഇത് തുടർച്ചയായി ചെയ്യുന്നവരാണ് എന്ത് ചെയ്യുന്നത്, എക്സാമുകളിൽ വലിയ സ്കോറുകളിലേക്ക് എത്തുന്നത്. അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. നോക്കൂ, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നതാണ് ആദ്യം പറയുന്നത്. രണ്ടാമത്തേത് നോക്കൂ, നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ജസ്റ്റ് നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു എന്താ പറയുക ആശയപരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് ടഫായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ഒന്നുകൂടി പരിചയപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ പറയും. കാരണം എന്തുകൊണ്ടാ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂട്ടുകാരെ ഞാൻ ഉറച്ചു പറയാം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങളൊന്ന് പരിശീലിച്ചാൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ വിദ്യാഭോഷണ സഭ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ ഇതിലൊന്നും ചെയ്യാനില്ല. ഈ ക്വസ്റ്റ്യൻ പോയി. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ് ലോജിക്കലി ആലോചിച്ച് ആൻസർ കണ്ടെത്താനുള്ള ഒരു മാർഗം അവരെന്ത് ചെയ്യും, പലപ്പോഴും തരും.
മനസ്സിലാവുന്നുണ്ടോ? നോക്കൂ, നിയമലംഘന പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, രണ്ട് തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും വ്യത്യസ്തമാകാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ ഉറപ്പില്ല, സാധ്യതയുണ്ട്, അല്ലെ? ഇനി നോക്കൂ, നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർത്തു. നോക്കൂ, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാവാൻ തീർച്ചയായിട്ടും നോക്കൂ, നിയമലംഘന പ്രസ്ഥാനം, നിയമങ്ങൾ എതിർക്കുക, പോസിബിൾ അല്ലേ? സത്യമല്ലേ? അങ്ങനെയല്ലേ? ഈ വാക്കിന്റെ അർത്ഥമല്ലേ രണ്ടാമത്തെ പാട്ടിൽ തന്നിരിക്കുന്നത്? സോ നിയമലംഘന പ്രസ്ഥാനത്തിൽ എന്താണ്? ജനങ്ങൾ ബ്രിട്ടീഷുകാരുടെ നിസ്സഹകരണ പ്രസ്ഥാനം എന്താണ്? സഹകരിക്കാതിരിക്കുക. നോക്കൂ, ഒന്നാമത്തെ ലൈനിന്റെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു അർത്ഥം മാത്രമാണ് രണ്ടാമത്തെ ലൈൻ. മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? രണ്ടും ശരിയാണ് എന്ന് കൂട്ടുകാർക്ക് വെറുതെ വായിച്ചിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് നിയമലംഘന പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും തമ്മിൽ വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായി ഉറപ്പില്ലെങ്കിൽ പോലും. ഇനി നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് നോക്കാം. നിയമലംഘന പ്രസ്ഥാനമുണ്ട്, നിസ്സഹകരണ പ്രസ്ഥാനം ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അല്ലെ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എപ്പോഴാണ് ഉണ്ടായിരുന്നത്? നിസ്സഹകരണ പ്രസ്ഥാനം 1920കളിൽ തുടങ്ങി, അല്ലെ? നമ്മളുടെ ഖിലാഫത്ത് മൂവ്മെന്റും എല്ലാം കൂടി ചേർന്ന് 1920കളിൽ എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങുകയാണ്. 1930 ഉപ്പ് സത്യാഗ്രഹത്തോട് ദണ്ഡി യാത്രയോട് കൂടിയിട്ടാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അഥവാ എന്താണ്? നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത്, അല്ലെ? അപ്പൊ ഇത് രണ്ടും എന്തായിരുന്നു? രണ്ട് തരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് നടന്ന എന്തായിരുന്നു? സമരങ്ങളായിരുന്നു. നോൺ കോപ്പറേഷനിൽ നിന്ന് സിവിൽ ഡിസൊബീഡിയൻസിലേക്ക് വരുന്ന സമയത്ത് ഉള്ള നിയമങ്ങൾ ലംഘിക്കുക. എന്താണ്? ഉപ്പ് സത്യാഗ്രഹത്തിലൂടെയാണ് തുടങ്ങുന്നത്, അല്ലെ? ഉപ്പിന്റെ മുകളിലുള്ള ടാക്സ് എന്താണ്? ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ സമരം തുടങ്ങുന്നത്, സിവിൽ ഡിസൊബീഡിയൻസ് തുടങ്ങുന്നത്. അപ്പൊ എന്താണ്? കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുക തന്നെയായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസിന്റെ ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്താണ്? ഇതെന്റെ ആൻസർ ഇതാണ്, ഫാക്ച്വലി ഇങ്ങനെയാണ്. അല്ലെങ്കിലും വായിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ലോജിക്കലി നിങ്ങൾക്ക് അറ്റംപ്റ്റ് കൂട്ടണം, എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതണം എന്നൊരവസ്ഥയിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഊഹിച്ചെഴുതാനും പറ്റുന്നൊരു ചോദ്യമായിരുന്നു എന്ന് കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത സ്ഥലത്തേക്ക് പോവുകയല്ലേ? 3. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെയാണുള്ളത്. മഹാരാഷ്ട്രയിലാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഏതായിരുന്നു ഇത്? SNDT സർവകലാശാല, അല്ലെ? ഏതായിരുന്നു? SNDT വിമൻസ് യൂണിവേഴ്സിറ്റി. ആരായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ആളായിരുന്നു? ഡോക്ടർ DK കാർവേ ആയിരുന്നു. 1916 എന്ത് ചെയ്യുന്നത്? കോളേജ് തുടങ്ങുന്നത്. ഇതൊക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ത്യൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സമയത്ത് പോകുന്ന സമയത്ത് സ്ത്രീകളുടെയും പാവപ്പെട്ട ആളുകളുടെയും ഉന്നമനത്തിനും മറ്റും വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, അല്ലെ? DK കാർവേ ഉണ്ട്, അതുപോലെ തന്നെ ജ്യോതിബ ഫൂലെ ഉണ്ട്, അംബേദ്കറെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ അധകൃത വർഗത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളുകളെ കുറിച്ചിട്ടുള്ള പോയിന്റുകൾ പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കണം. 4ാമത്തെ ചോദ്യം നോക്കൂ, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആര് എന്നതാണ് നമ്മുടെ ചോദ്യം. ആരാണ്? CR ദാസ്, മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, ബാലഗംഗാധര തിലകൻ, റാനാഡെ, ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ ഏതാണ്? നിങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഏതാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും തന്നെയാണ്, അല്ലെ? അപ്പൊ ഈ സ്വരാജ് പാർട്ടിയുടെ പ്രത്യേകത എന്തായിരുന്നു? അത് നമ്മൾ കൂടി ഒന്ന് നോക്കേണ്ടതുണ്ടല്ലോ. സ്വരാജ് പാർട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എപ്പോഴാണ് കൂട്ടുകാരെ സ്വരാജ് പാർട്ടി സ്ഥാപിക്കപ്പെടുന്നത്? 1921 ജനുവരി 1-ാം തീയതിയാണ് സ്വരാജ് പാർട്ടി സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏതാണ്ട് ഇവര് CR ദാസ് ആവട്ടെ, മോത്തിലാൽ നെഹ്റു ആകട്ടെ, ഇതിന്റെ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ അവർക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ വൈസ്രോയുടെയും മറ്റും എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളും മറ്റും ഉണ്ടായിരുന്നു, അല്ലെ? നമ്മൾ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ കയറണമെന്നും ഇവിടെ കയറിയിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന നിയമങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ എതിർക്കണമെന്നും അങ്ങനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? സമരം വ്യാപിപ്പിക്കണമെന്നും അഭിപ്രായപ്പെട്ട ആളുകളായിരുന്നു CR ദാസും മോത്തിലാൽ നെഹ്റു ഒക്കെ. കുറച്ച് പഴയ ആളുകളാണ്. പുതിയ ആളുകൾ പക്ഷേ ഇവരുണ്ടാക്കുന്ന ഒരു നിയമത്തിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? അതിന്റെ ഭാഗമേ ആകരുത്. സമരം ചെയ്ത് സ്വരാജ് നമ്മൾ നേടിയെടുക്കണം എന്ന് പറയുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും അങ്ങനെയുള്ള ആളുകളൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബാലഗംഗാധര തിലകൻ ഈ ഒരു കാലത്തിന് മുമ്പേ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനൊക്കെ അപ്പം തന്നെ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും തിരിച്ചു വരിക. അപ്പോൾ ഈ രീതിയിലുള്ള ലെജിസ്ലേച്ചറിന്റെ ഉള്ളിൽ കയറി ആ നിയമങ്ങൾ നമ്മൾ അതിനുള്ളിൽ തന്നെ എതിർക്കണം എന്ന് പറഞ്ഞ ഇവര് എന്ത് ചെയ്യുകയാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഇത്തവണ അഭിപ്രായ വ്യത്യാസം മറ്റുള്ളവരുമായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പണ്ട് നടന്ന പോലെയുള്ള ഒരു സൂറത്ത് ലെവൽ സ്പ്ലിറ്റ് ഉണ്ടാകരുത്. ഓർത്ത് വെക്കുക, ഈ പറയുന്ന കാര്യങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റുകൾ ഓർത്ത് വെക്കുക. സൂറത്ത് ലെവൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചു. സൂറത്ത് സ്പ്ലിറ്റ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? 1907 ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, ഓർത്ത് വെക്കുക.
907 സൂറത്ത് സ്പ്ലിറ്റ്. എന്താണ്? എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റ്സും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ഇവരെന്താണ് തമ്മിൽ തെറ്റുകയും ഇവരെന്ത് ചെയ്യുകയാണ്? കോൺഗ്രസ് സ്പ്ലിറ്റ് ആവുകയും പിന്നീട് കോൺഗ്രസിന്റെ എന്താണ് ഒരു പരിപാടിയും മര്യാദയ്ക്ക് നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇനിയും സ്പ്ലിറ്റ് ആയാൽ കോൺഗ്രസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രശ്നമാവുകയുള്ളൂ എന്ന് കാണുകയും ഇവരെന്ത് ചെയ്യുകയാണ്? പിന്നീട് ലക്നൗ പാക്ടിന്റെ സമയത്തൊക്കെ അല്ലെ, ലീഗുമായിട്ട് കോൺഗ്രസ് പാക്ട് ഉണ്ടാക്കുന്ന അതേ സമയത്ത് 1916 സമയത്താണ് എന്ത് ചെയ്യുന്നത്? എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റ്സുകളൊക്കെ പിന്നെയും എന്താണ് ഒന്നായി തിരിച്ചു വരുന്നത്. ഇനി ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യരുത്? സ്പ്ലിറ്റ് ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുകയാണ്? കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് സ്വരാജ് പാർട്ടി സ്ഥാപിക്കുകയാണ്. അപ്പോൾ അടുത്ത തവണ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിട്ട് വരാൻ വേറെ ഏതെങ്കിലും ഒരു ഫേസിൽ അല്ലെ, CR ദാസും മോത്തിലാൽ നെഹ്റുവും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ട് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചു എന്ന് പറയാം. അങ്ങനെയാണോ? അങ്ങനെയല്ല. കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്? സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുക. ഇനി ഏത് കോൺഫറൻസിന് ശേഷമാണ് സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത്? ഗയാ കോൺഫറൻസ്. കോൺഗ്രസിന്റെ ഗയാ കോൺഫറൻസ് 1900 എപ്പോഴായിരുന്നു? 20 അല്ലെ, 20 നടന്ന ഗയാ കോൺഫറൻസിന് ശേഷമായിരുന്നു ഇവരെന്ത് ചെയ്യുന്നത്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് എന്ന കാര്യം എന്ത് ചെയ്യുക? കൂട്ടുകാർ ആലോചിക്കുക. അപ്പൊ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ആശയം എന്ത് ചെയ്യുകയാണ്? ഇവര് മുന്നോട്ട് വെക്കുകയും കൂടി ചെയ്യുകയാണ്. എന്ന് ചെയ്യുക? കൂട്ടുകാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ 1920 എന്നാണ്, ക്ഷമിക്കണം, ഈ എന്താ പറയുക വർഷങ്ങൾ നിങ്ങൾ ഒന്ന് മാറ്റണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞ വർഷങ്ങൾ എനിക്ക് പെട്ടെന്ന് മാറിപ്പോയി. 1900 അതായത് ചൗരി ചൗരയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. 1923 ജനുവരി 1 പെട്ടെന്ന് ചൗരി ചൗര ഓർമ്മ വന്നപ്പോൾ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, ക്ഷമിക്കണം. 1923 ജനുവരി 1 എന്ത് സ്ഥാപിക്കുന്ന? സ്വരാജ് പാർട്ടി. അതായത് ചുരുക്കി പറയാം, ഒന്നുകൂടി കഥ പറയാം, വ്യക്തമായിട്ട് പറഞ്ഞുതരാം. 1922 ചൗരി ചൗര സംഭവം നടക്കും അല്ലെ. ചൗരി ചൗരയിൽ പോലീസുകാരെന്ത് ചെയ്യുകയാണ്? ഇട്ട് കത്തിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? ഗാന്ധിജിക്ക് മനസ്സിലാക്കും സമരം വയലന്റ് ആവുകയാണ്, പിൻവലിക്കാമെന്ന്. പക്ഷെ ബാക്കി എല്ലാവർക്കും ഇതിന് എന്താണ്? എല്ലാവരും, ഇവൻ CR ദാസോ ഇവർക്ക് എല്ലാവർക്കും ഇതിനോട് ശക്തമായ എതിർപ്പാണ്. എന്തിന് പിൻവലിക്കണമെന്നാണ് അവർ ചോദിച്ചത്. ഗാന്ധിജി പറഞ്ഞു ജനങ്ങൾ പ്രിപ്പയർഡ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഗാന്ധിജി എന്താണ്? പിൻവലിക്കാൻ തീരുമാനിക്കുകയാണ്. അതോടുകൂടി കോൺഗ്രസിന്റെ ഉള്ളിൽ മുറുമുറുപ്പും ഒക്കെ വരികയാണ്. 1922 ഡിസംബറിലാണ് എന്ത് നടക്കുന്നത്? ഗയാ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു വലിയ മാസ് മൂവ്മെന്റ് ഇപ്പൊ നിന്നു. അപ്പോൾ ആളുകൾ ചർച്ച എന്ത് ചെയ്യണം ഇനി എന്ന് ചോദിക്കുമ്പോൾ ഗയാ സമ്മേളനത്തിൽ CR ദാസും മോത്തിലാൽ നെഹ്റു ഒക്കെ പറയുകയാണ് നമുക്ക് എന്ത് ചെയ്യണം? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കയറിയിട്ട് നിയമങ്ങൾ എതിർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കഥ തന്നെ, എൻ്റെ കൊല്ലം അങ്ങോട്ട് മാറിപ്പോയതാണ്, ക്ഷമിക്കുക. അപ്പോൾ ഗയാ സമ്മേളനത്തിൽ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ അഭിപ്രായം വരുന്നു, കുറേ പേര് എതിർക്കുന്നു. അപ്പോൾ പറയുകയാണ് ഇനി സൂറത്ത് സ്പ്ലിറ്റ് പോലെ സ്പ്ലിറ്റ് ഉണ്ടാവരുത്, നിങ്ങൾ ചേർന്നോളൂ എന്ന് ഗാന്ധിജി പറയുകയാണ്. സ്വരാജ് പാർട്ടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവിടെ എതിർക്കൂ, ബാക്കിയുള്ളവർ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമുകൾ ചെയ്തിട്ട് മുന്നോട്ട് പോകട്ടെ, ഗ്രാമങ്ങളിലേക്ക് പോകട്ടെ, ഖാദി എന്താണ് അതിൻ്റെ ഒരു മഹത്വം പറയട്ടെ, റിലീജിയസ് ടോളറൻസിനെ കുറിച്ച് ആളുകൾ സംസാരിക്കട്ടെ, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയ്ക്ക് ഇതുവരെ സമരം ചെയ്യട്ടെ. ഇത്തരത്തിൽ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് ആളുകളെ വിടാമെന്നും ബാക്കിയുള്ള കുറച്ച് പേര് സ്വരാജ് പാർട്ടിയിൽ ചേരട്ടെ എന്ന് പറയുകയാണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? 1923 ജനുവരി 1 എന്ത് സ്ഥാപിക്കപ്പെടുന്നത്? സ്വരാജ് പാർട്ടി സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വർഷം തെറ്റായിരുന്നു, ക്ഷമിക്കണം. എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കൂട്ടുകാരെ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 35 കൂടി എന്ത് ചെയ്യുന്നുണ്ട്? സ്വരാജ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? കൊല്ലം മാറിയതിന് അഗൈൻ ക്ഷമ ചോദിക്കുന്നു. കൃത്യമായിട്ട് കൂട്ടുകാരത് നോട്ട് ഡൗൺ ചെയ്യുക, തെറ്റിക്കരുത്. ശരി, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അഞ്ചാമത് ചോദ്യം എന്താണ്? ഇംഗ്ലണ്ടിലെ രാജാവായിട്ടുള്ള ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യമും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവമായിട്ടാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇംഗ്ലണ്ടിലെ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ ആണ് എന്ന കാര്യം എന്താണ്? നമുക്ക് ഓൾറെഡി മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഏതായിരുന്നു കൂട്ടർ? ആൻസർ ഏതാണ്? ഗ്ലോറിയസ് റവല്യൂഷൻ അല്ലെ? കൃത്യമായിട്ട് മനസ്സിലാവുന്നു. 1688 കാലഘട്ടം എന്നാണ് പറയാറുള്ളത്. 88 സമയത്ത് എന്താണ്? രക്തരഹിത വിപ്ലവം അല്ലെ? രക്തരഹിത വിപ്ലവം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഗ്ലോറിയസ് റവല്യൂഷൻ നടക്കുകയാണ് അല്ലെ? എന്ത് ചെയ്യുകയാണ്? ജെയിംസ് രണ്ടാമന്റെ ഒരു ശരിയല്ലാത്ത നടപടികളൊക്കെ കാരണം ജനങ്ങൾ എതിർക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പാർലമെന്റ് എതിർക്കുകയാണ്. ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പോവുകയാണ്. ജെയിംസ് രണ്ടാമന്റെ മകളായിരുന്നു വില്യം അല്ലെ, മകളായിരുന്നു മേരിയുടെ ഭർത്താവായിരുന്നു ആര്? വില്യം അല്ലെ? വില്യം ഫ്രം ഓറഞ്ച് അല്ലെ? ഇവരെന്താണ് തിരിച്ചു വരികയും ഇവർ അധികാരത്തിലേക്ക് വരികയൊക്കെയാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ കൂട്ടുകാരെ ആലോചിക്കുക. ഇനി ഗ്ലോറിയസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റൊരു സ്ഥിരമായി കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് അതിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്, ചില ഭാഗങ്ങൾ ചോദിക്കുകയും വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഇത് വിഗ് ആൻഡ് ടോറി അല്ലെ? വിഗ് ആൻഡ് ടോറി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? ആരാണ്? ഏത് രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്? ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? വിഗ് ആൻഡ് ടോറി എന്ന വിഭാഗങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ? ഈ ജെയിംസ് രാജാവിന്റെ തൊട്ട് മുമ്പാണ് ആര്? ചാൾസ് ഉള്ളത്, ചാൾസ് രണ്ടാമനുള്ളത്. വിഗും ടോറിയൊക്കെ കൂട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കുക അല്ലേ? എന്താണ്? പിന്നെ ലോകമഹായുധങ്ങളെ കുറിച്ചും പ്യൂരിട്ടൻ റവല്യൂഷനെ കുറിച്ചും ഞാൻ അധികം എന്ത് ചെയ്യുന്നില്ല, അവിടെ സംസാരിക്കുന്നില്ല. ഓപ്ഷനുകൾ, അതായത് സമയക്കുറവ് കൊണ്ട് മാത്രം ഇങ്ങനെ പോവുകയാണ്. ഓപ്ഷനുകൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത് എന്നാണ് പറയുന്നത്.
എന്താണ്? ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. അന്താരാഷ്ട്ര സഹകരണം, അന്താരാഷ്ട്ര സമാധാനം ഒക്കെ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അന്താരാഷ്ട്ര വ്യാപാരം മാത്രം എന്തായിരിക്കില്ല, ഐക്യരാഷ്ട്രസഭ ആയിരിക്കില്ല അല്ലെ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒക്കെ എന്താണ്, അതിനുണ്ട് എന്ന് കൂട്ടുകാർക്ക് അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. സോ ഇതെന്ത് ചെയ്യുക? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവ അല്ലെ, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് അല്ലെ. ആദ്യം ഏതായിരുന്നു? ഘാട്ടായിരുന്നു അല്ലെ. ഘാട്ടായിരുന്നു ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്സ്. ഘാട്ടായിരുന്നു. അത് പിന്നീട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായി മാറിയതൊക്കെ ഓർക്കുക. അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ. അടുത്ത ചോദ്യം എന്താണ്? പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി എന്താണ്? നോക്കൂ, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ സിലിക്കേറ്റ് പാളി ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഓക്കെ, നല്ലതായിരിക്കട്ടെ. ക്വസ്റ്റ്യൻ മുഴുവൻ നമുക്ക് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. 84% എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയുടെ ഏറ്റവും വലിയ പാളി ഏത് എന്നതാണ് ചോദ്യം. ചുരുക്കിയാലത്താണ്, അതല്ലേ ചോദ്യത്തിന്റെ അർത്ഥം. ഏതാണ് കൂട്ടുകാരെ? മാൻഡിൽ അല്ലെ. മാൻഡിലാണ് ഏത് ഏറ്റവും വലിയ പാളി വരുന്നത്. നോക്കൂ, നമ്മൾ മാൻഡിലും ഡിസ്കണ്ടിന്യൂറ്റീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഏതൊക്കെയാണ്? ക്രസ്റ്റ് മുകളിൽ കിടക്കുന്നുണ്ട് അല്ലെ. ക്രസ്റ്റിനെ എന്താണ് പറയുക? അതിലേതൊക്കെയാണ്? സിയാല് അല്ലെ. സിലിക്കിയും സിയാലിന്റെ കൃത്യമായിട്ട് അലുമിന അല്ലെ. സിലിക്ക, അലുമിന, ഞാൻ എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാർക്ക് അറിയാൻ വിശ്വസിക്കുന്നു അല്ലെ. കോർ ഏതാണ്? നിഫെ അല്ലെ. നിക്കലും അയേണും NiFe. നിഫയാണ് ലോവർ മാൻഡിൽ, അപ്പർ മാൻഡിൽ. ഇതൊക്കെ അറിയാൻ വിശ്വസിക്കുന്നു. ഏതൊക്കെയാണ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആലോചിക്കുക. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താ? അടുത്ത തവണ ഇതുപോലെ എർത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്, ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് വരികയാണെങ്കിൽ ലിത്തോസ്ഫിയറിനെ കുറിച്ച് വേണമെങ്കിൽ ചോദ്യം വരാം അല്ലെ. ലിത്തോസ്ഫിയർ എന്താ? ക്രസ്റ്റ് മുഴുവൻ. അതിനോടൊപ്പം എന്താണ്? മാൻഡിൽ എവിടെയാ? ദാ ഈ ഇവിടം മുതൽ താഴത്തോട്ട് വന്നത് ഇവിടം വരെ എന്താണ്? മാൻഡിലാണ് അല്ലെ. ഇതിൽ ഒരു ഭാഗം അപ്പർ മാൻഡിലാണ്, ഒരു ഭാഗം ലോവർ മാൻഡിലാണ് അല്ലെ. അപ്പർ മാൻഡിലിന്റെ ഏറ്റവും മുകളിലെ ഒരു ഭാഗം അല്ലെ, ഇത്രയും ഭാഗം, ഈ ഭാഗവും അപ്പർ മാൻഡിലിന്റെ മുകളിലുള്ള ഈ ഭാഗവും പിന്നെ മൊത്തത്തിലുള്ള ക്രസ്റ്റും ഇത്രയും ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ലിത്തോസ്ഫിയർ ഉണ്ടാവുന്നത്. ഈ ലിത്തോസ്ഫിയർ എന്തിന്റെ മുകളിലാണ് കിടന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ലിത്തോസ്ഫിയർ ആണ് പല പല പ്ലേറ്റുകളായിട്ട് തിരിക്കപ്പെട്ടുള്ള എന്താ? ഈ ലിത്തോസ്ഫിയർ ആണ് എന്താണ്? പ്ലേറ്റുകൾ. പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ ഏതാണ്? ഈ പ്ലേറ്റുകളാണ്. അപ്പൊ ഈ പ്ലേറ്റുകൾ എന്ന് പറയുന്നത് ലിത്തോസ്ഫിയർ ആണ് പ്ലേറ്റുകളായിട്ടുള്ളത്, അല്ലാണ്ട് എന്തല്ല? ക്രസ്റ്റ് അല്ല പ്ലേറ്റുകളായിട്ടുള്ളത്. ലിത്തോസ്ഫിയർ ആണ് പ്ലേറ്റ് ആയിരിക്കുന്നത്. ഈ പ്ലേറ്റുകളാണ് എസ്തനോസ്ഫിയറിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. ഈ എസ്തനോസ്ഫിയർ എന്താണ്? ഇവയാണ് മാഗ്മയുടെ ഉറവിടം. മാഗ്മയുടെ ഉറവിടമായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? എസ്തനോസ്ഫിയർ ആണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമല്ലോ കൂട്ടുകാർക്ക്. ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും കൂടുതൽ ഭാഗം എവിടെയാണ് കൂട്ടുകാരെ? മാൻഡിൽ തന്നെയല്ലേ. മാൻഡിലാണ് ഏറ്റവും അധികം ഭൂമിയുടെ ഇന്റർണൽ സ്ട്രക്ചറിലെ ഏറ്റവും അധികം ഭാഗം മാൻഡിലാണ് എന്ത് ചെയ്യുന്നത്? കവർ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ഇനി ഓൾസോ പിന്നെ വരാൻ പറ്റുന്ന ചോദ്യം എന്താണ്? ബേരിസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ബേരിസ്ഫിയർ എന്താ? മൊത്തം കോറിനെയാണ് ബേരിസ്ഫിയർ. ഔട്ടർ കോറിനെ മാത്രമല്ല, ഇന്നർ കോറിനെ മാത്രമല്ല. ബേരിസ്ഫിയർ എന്നറിയപ്പെടുന്നത് എന്തിനാണ്? മുഴുവനായിട്ടുള്ള ഹോൾ കോറിനെ മൊത്തത്തിൽ ബേരിസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഔട്ടർ കോർ എന്ത് ഫോമിലാണ്? ലിക്വിഡ് ഫോമിലാണ്. ലിക്വിഡ് രൂപത്തിലാണ് ഔട്ടർ കോർ. ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂകമ്പത്തിന്റെ തരംഗങ്ങള്, എസ് വേവ്സ് ഔട്ടർ കോറിന്റെ അവിടെ എത്തുമ്പോൾ നിന്ന് പോകുന്നത് എന്തുകൊണ്ടാ? എസ് വേവുകൾ സോളിഡിൽ കൂടെ മാത്രമേ കടന്നു പോവുകയുള്ളൂ അല്ലെ. എസ് ഫോർ സോളിഡ്. എസ് വേവുകൾ സോളിഡിൽ കൂടെ മാത്രമേ കടന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്? നമുക്ക് ഔട്ടർ കോർ ലിക്വിഡ് ആയതുകൊണ്ട് അവിടെ എത്തുമ്പോൾ ഭൂകമ്പത്തിന്റെ സീസ്മിക് വേവുകൾ നിൽക്കും. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഷാഡോ സോണുകൾ ഉണ്ടാകുന്നത് അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇത്രയും ഭാഗങ്ങൾ ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ. അടുത്ത ചോദ്യം എന്താണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേത്? ഇത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഏതാണ്? കറുത്ത മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഏതാണ്? ഏത് ടൈപ്പ് മണ്ണാണ്? എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് അല്ലെ. കറുത്ത മണ്ണിന് കുറേ പ്രത്യേകതകളുണ്ട്. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകും കറുത്ത മണ്ണുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കറുത്ത മണ്ണിൽ ഏറ്റവും കൂടുതൽ എന്താണ്? അയേൺ കണ്ടന്റ് അല്ലെ. ഈ കറുത്ത മണ്ണ് ഉണ്ടാവുന്നത് പ്രധാനപ്പെട്ട രീതികൾ ഒന്നെന്താ? നമ്മുടെ ഈ ലാവ അല്ലെ, ലാവയൊക്കെ ഒഴുകിയിട്ടുണ്ടാകുന്ന അത്തരം എന്താണ് ഇഗ്നിയസ് റോക്കുകൾ പൊടിഞ്ഞാണെന്നാണ് ഏറ്റവും കൂടുതൽ കറുത്തം ഉണ്ടാവുന്നത് അല്ലെ. നമ്മളുടെ ഡെക്കാൻ ട്രാപ്പിൽ അല്ലെ, ലാവ ട്രാപ്പ് നമുക്കറിയാമല്ലോ. ഡെക്കാൻ ട്രാപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ എന്തുണ്ടാകുക? നമ്മുടെ ഗുജറാത്ത് അല്ലെ, ഗുജറാത്തിന് നിങ്ങളുടെ മഹാരാഷ്ട്ര, മധ്യപ്രദേശിന്റെ വെസ്റ്റേൺ സൈഡ്, ഈ ഒരു ഭാഗത്തുള്ള ഇന്ത്യയുടെ ആ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണുന്നത് അല്ലെ. അവിടെ പരുത്തി കൃഷിയും എന്താണ്? വളരെയധികം കൂടുതലാണെന്ന് കൂട്ടുകാർക്ക് അറിയാം അല്ലെ. പണ്ട് എന്താണ്? അഗ്നിപർവ്വതങ്ങൾ സ്ഫോടനത്തിലൂടെ ഒഴുകിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആ രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. അയൺ കണ്ടന്റ് അതുകൊണ്ട് തന്നെ എന്താണ്? ആ ഭാഗങ്ങളിൽ കൂടുതലാണ് എന്നുകൂടി എന്ത് ചെയ്യാം? കൂട്ടുകാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി കറുത്ത മണ്ണ് വേറൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് അല്ലെ. കറുത്ത മണ്ണിന്റെ പ്രത്യേകത എന്താ? കറുത്ത മണ്ണിന്റെ പ്രത്യേകത അതിന് വെള്ളം കിട്ടിയാൽ അതൊരുമാതിരി കളിമണ്ണിനെ പോലെ പെരുമാറും. എന്താ കളിമണ്ണിന്റെ പ്രത്യേകത? ക്ലേയുടെ പ്രത്യേകത എന്താ? വെള്ളം നനച്ചാൽ നിങ്ങൾക്ക് കളിമണ്ണ് വെള്ളം നനച്ചാൽ കുഴഞ്ഞു മറിഞ്ഞിരിക്കില്ലേ? അതുപോലെയാവും.
ചൂട് തട്ടിയാലോ മണ്ണ് വിണ്ട് കീറും. എന്ത് ചെയ്യും? വിണ്ട് കീറും. മനസ്സിലാവുണ്ടോ? അപ്പൊ ചൂടാകുമ്പോൾ വിണ്ട് കീറുകയും വെള്ളം വന്നാൽ അത് കുഴഞ്ഞു മറിയുകയും ചെയ്യുന്നത് ഏതാണ്ട് എന്തുപോലെയാ? നമ്മളുടെ ഈ പാടം ഉഴുതുമറിയുന്ന പോലെയല്ലേ? പാടം ഉഴുതുമറിക്കുന്ന ഇതേ എഫക്ട് കറുത്ത മണ്ണ് സ്വയം എന്ത് ചെയ്യുകയാണ്. ഇതുകൊണ്ടാണ് ഇതിനെ സെൽഫ് പ്ലഫിങ്, അതായത് സ്വയം ഉഴുതുമറിക്കാൻ കഴിവുള്ള മണ്ണ് എന്ന പേരിൽ കൂടി കളിമണ്ണിനെ എന്ത് ചെയ്യുന്നത് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എക്കൽ മണ്ണുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ഗ്രേറ്റ് പ്ലെയിൻസിനെ കുറിച്ച് പഠിച്ചപ്പോഴൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ട്, ആ ഭാഗങ്ങൾ ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ലാറ്ററൈറ്റ് മണ്ണ് എങ്ങനെയാ? വർഷം മുഴുവൻ എന്താണ് നല്ലപോലെ മഴയും നല്ല ചൂടും കിട്ടുന്ന ഇടങ്ങളിലാണ് ലാറ്ററൈറ്റ് മണ്ണ് കാണുക അല്ലെ. ഉദാഹരണം ഏതാണ്? കേരളം തന്നെ അല്ലെ. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന കേരളം തന്നെയാണ് അതിന് ഉദാഹരണം. ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം എന്താണ്? ഈ അടുത്ത ചോദ്യം എന്താണ്? ഇതേപോലെ എന്താണ് ഒരു രസകരമായ ചോദ്യമാണ്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്നത്, നമ്മൾ നേരത്തെ ഇപ്പോൾ ഡെക്കാൻ ട്രാപ്പിനെ കുറിച്ച് പറഞ്ഞതല്ലേ ഉള്ളൂ കഴിഞ്ഞ ചോദ്യത്തിൽ. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? നോക്കൂ, നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുമായിരിക്കും ചിലപ്പോൾ ചിലർക്കൊക്കെ, എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നാലും ഒന്ന് പറയുകയാണ്. എന്താണ്? സ്ഥിരം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നാൽ അത് നിങ്ങൾക്ക് എന്തിനുള്ളതാണ്? അതൊരു ലോട്ടറിയാണ്. നിങ്ങൾ അതിനെ എന്താണ്, നിങ്ങൾ ഈ എന്താ പറയുക, നിങ്ങൾ ഈ ചില പണ്ടത്തെ ഈ പസിലുകളൊക്കെ കണ്ടിട്ടില്ലേ? ഒന്ന് അഴിച്ചെടുത്താൽ എന്താണ്, എളുപ്പത്തിൽ മാർക്ക് കിട്ടും. നോക്കൂ, ഡെക്കാൻ ട്രാപ്പ് എങ്ങനെ ഉണ്ടായി എന്നാണ് ചോദിക്കുന്നത് അല്ലേ. മെസോസോയിക് കാലഘട്ടത്തിൽ എന്തോ നടന്നു, ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ എന്തോ നടന്നു, ഹിമാലയൻ ഒറോജിനി തൃതീയ കാലഘട്ടം അല്ലെ, ടെർഷറി പീരീഡ്. ഇതൊന്നും ആവശ്യമില്ല. നോക്കൂ, ഡെക്കാൻ ട്രാപ്പ് എങ്ങനെ ഉണ്ടായത് നമുക്ക് അറിയാം അല്ലെ. എങ്ങനെ ഡെക്കാൻ ട്രാപ്പ് ഉണ്ടായത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണം ലാവ ഒഴുകിയിട്ട് എന്താണ്, ആ രീതിയിലാണ് ഡെക്കാൻ ട്രാപ്പ് ഉണ്ടായത്. ഇതൊരൊറ്റ ഓപ്ഷനിലേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ക്രട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു അഗ്നി പ്രവിശ്യയാണിത് അല്ലെ. മൊത്തം വായിച്ചോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അഗ്നിപർവ്വത സ്ഫോടനം ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ അല്ലെ. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെ. അപ്പൊ ഡെക്കാൻ ട്രാപ്പ് എന്താണ് ചോദ്യം ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഈ ഒരു കഥ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇങ്ങനെ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നില്ലേ, അപ്പൊ നമ്മളുടെ എന്താ പറയുക, മൗറീഷ്യസ് എല്ലാം കഴിഞ്ഞ് മുകളിലോട്ട് കുറച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ അടിയിൽ നിന്ന്, അത് ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല, മാഗ്മ അല്ലെങ്കിൽ ലാവാട്ടിക് എന്താണ് അതിന്റെ അടിയിലില്ലേ, ഭൂമിയുടെ അടിയിൽ നമ്മുടെ എസ്തനോസ്ഫിയർ ഒക്കെ പറയില്ല, ആ ഭാഗങ്ങളിൽ നിന്ന് മാൻഡിലിന്റെ അവിടെ നിന്ന് എന്ത് ചെയ്യുക അറിയോ, ഈ ലാവ പ്ലൂമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇവ എന്താണ്, ഈ ഇന്ത്യ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗങ്ങളിൽ ഇവ പൊട്ടി പൊട്ടി വരികയും അടിയിൽ നിന്ന് എന്താണ് ഒരു കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു കുറെ കാലത്തേക്ക്. ഇവ എന്താണ് ഈ ഭാഗങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ, ഇന്ത്യ ഏതാണ്ട് കുറച്ച് എത്തുന്ന ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് എന്താണ് ഈ ഇങ്ങോട്ടുള്ള ഈ സപ്ലൈ ഉണ്ടായിരുന്നു. അങ്ങനെ ഒഴുകിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭാഗം എന്ത് ചെയ്യുന്നത്, ഡെക്കാൻ ട്രാപ്പായിട്ട് പതുക്കെ ഇവിടെ നിന്ന് താഴത്തോട്ടുള്ള ഈ ഭാഗം എന്ത് ചെയ്യുന്നത്, അങ്ങനെ ആകുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അടിയിൽ നിന്ന് ഇന്ത്യ ഇങ്ങോട്ട് വരുന്ന കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണുന്നത്? എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. പ്രത്യേകിച്ച് ഇതിൽ എന്താ പറയുക, ചർച്ചയുടെ ആവശ്യമുണ്ടോ? ചർച്ചയുടെ ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയർ അല്ലെ. ട്രോപ്പോസ്ഫിയറുമായി ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം എന്താ കൂട്ടുകാരെ? ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് ചോദിക്കാറുണ്ട് അല്ലെ. ട്രോപ്പോസ്ഫിയറിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്താ അറിയോ? അന്തരീക്ഷ പ്രക്രിയകൾ, അന്തരീക്ഷം എന്ന് പറയുന്ന അല്ലെ, അന്തരീക്ഷത്തിലെ കാലാവസ്ഥ എന്ന് നമ്മൾ പറയുന്ന വെതർ ഫിനോമിനൻസ്, കാലാവസ്ഥ ആയി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം ട്രോപ്പോസ്ഫിയറിൽ മാത്രമേ നമ്മൾ കാണൂ. ട്രോപ്പോസ്ഫിയറോട് കൂടിയിട്ട് നമ്മൾ കാലാവസ്ഥ എന്ന് വിളിക്കുന്ന മേഘമുണ്ടാവല്, മഴ, കാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ട്രോപ്പോസ്ഫിയറോട് കൂടി അവസാനിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കാലാവസ്ഥാപരമായ വെതർ ഫിനോമിനൻസ് കാണപ്പെടുന്ന പാളി ഏത് എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ ആണ് നമ്മൾ ആദ്യത്തെ പാളി അല്ലെ. ഏറ്റവും ആദ്യത്തെ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. കൃത്യമാണല്ലോ. ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് ചോദിക്കാറുണ്ട്. ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് ഒരുപോലെയല്ല. അതായത് ഇക്വേറ്റർ, ഭൂമധ്യരേഖയുടെ അവിടെ ഏതാണ്ട് 18 കിലോമീറ്റർ ഹൈറ്റുള്ള ട്രോപ്പോസ്ഫിയറിന് പോൾസിന്റെ അവിടേക്ക് എത്തുമ്പോൾ 8 കിലോമീറ്റർ വരെയൊക്കെ ഹൈറ്റ് ഉള്ളൂ. ഇതിന് കാരണം എന്താ? ഇക്വേറ്ററിന്റെ അവിടെ ഭൂമി ഇങ്ങനെയല്ലേ, ഭൂമധ്യരേഖയുടെ അവിടേക്ക് സൂര്യരശ്മികൾ ഡയറക്ട്ലി ആണ് പതിക്കുന്നത് അല്ലെ. സൂര്യരശ്മികൾ ഡയറക്ട്ലി പതിക്കുന്നു അല്ലെ. ഡയറക്ട്ലി പതിക്കുന്ന കാരണം ഇവിടെ നിങ്ങൾ ചൂടാവും. ഭൂമധ്യരേഖയുടെ ഈ ഭാഗം നന്നായി ചൂടാവുകയും അവിടെ നിന്ന് നന്നായി നിലം ചൂടാവുമ്പോൾ സംഭവം വായു എന്ത് ചെയ്യുകയാണ്, പൊങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവ ഏത് പേരിലാണ് വിളിക്കുക? കൺവെക്ഷണൽ കറണ്ട് എന്ന് വിളിക്കാറുണ്ട് അല്ലെ. നമ്മൾ കൺവെക്ഷണൽ കറണ്ട്സ് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുകയാണ്, മുകളിലോട്ട് ഇങ്ങനെ എന്താണ് വായു പോകുന്നത് കാരണം ആ ഭാഗത്ത് ട്രോപ്പോസ്ഫിയറിന് ഹൈറ്റ് കൂടുതലാണ്. മേഘങ്ങളൊക്കെ കുറച്ചുകൂടി മുകളിൽ പോയിട്ടുണ്ടാകും. അപ്പൊ ട്രോപ്പോസ്ഫിയർ കുറച്ചുകൂടി ഹൈറ്റിൽ കിടക്കുന്നുണ്ട്. എവിടെ? ഇക്വേറ്ററിൽ. പോൾസിലോ തണുത്ത വായു അല്ലേ, അതെന്ത് ചെയ്യും, ഭാരം കാരണം താണാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ 8 കിലോമീറ്റർ വരെയൊക്കെ അവിടെയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ട്രോപ്പോസ്ഫിയറിന്റെ ആവറേജ് ഹൈറ്റ് എത്രയെന്ന് ചോദിക്കുമ്പോൾ 18-8 നടുക്കുള്ള 13 കിലോമീറ്റർ ആണ് ട്രോപ്പോസ്ഫിയറിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് നമ്മൾ പറയുന്നതിന് കാരണം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്?
കൃത്യമായില്ലേ? അപ്പൊ ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ കൂട്ടുകാർ ആലോചിക്കുക. ഇനി സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ടെമ്പറേച്ചർ ഇൻവേർഷനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലേ? താപനില എന്ത് ചെയ്യും? സാധാരണ മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്? കുറയുന്ന ആണ് ട്രോപ്പോസ്ഫിയറിൽ കാണുന്നുണ്ടെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ ഇൻവേർഷൻ, മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. ഇതിന് കാരണം ആരാ? ഈ ഓസോൺ പാളിയാണ് കാരണം അല്ലെ? ഓസോൺ പാളിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? O3 ആണ് അല്ലെ? അപ്പൊ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ വരുന്നു, ഇതിനെ ഭിന്നിപ്പിക്കുന്നു അല്ലെ? O2യും Oയും ആയി മാറുന്നു. ഈ O അവിടെ എന്ത് ചെയ്യും? കയറി പ്രവർത്തിക്കും. അപ്പൊ എന്ത് ചെയ്യുകയാണ്? ഈ അൾട്രാവയലറ്റ് രശ്മികളുടെ എനർജി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ സ്വീകരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? എനർജി സ്വീകരിക്കുന്നു, ചൂട് വരുന്നു. അങ്ങനെ ടെമ്പറേച്ചർ ഇൻവേർഷൻ സ്ട്രാറ്റോസ്ഫിയറിൽ നടക്കാൻ കാരണം അവിടുത്തെ ഓസോൺ പാളി തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത് എന്ത് ചെയ്യുക? ഈ ഭാഗത്തായിട്ട് കൂട്ടുകാർ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ മെസോസ്ഫിയർ മുകളിൽ വരുന്നുണ്ട് അല്ലെ? മെസോസ്ഫിയർ ആണ് ഏത്? കോൾഡസ്റ്റ് ആയിട്ടുള്ള ആൾ അല്ലെ? അന്തരീക്ഷ പാളികളിലെ കോൾഡസ്റ്റ് ലെയർ, ഏറ്റവും തണുത്ത ലെയർ ഏതാണ്? മെസോസ്ഫിയർ. ഇതേ മെസോസ്ഫിയറിലാണ് എന്ത് ചെയ്യുന്നത്? മെറ്റിയോർസ് എന്ത് ചെയ്യുന്നത്? മെറ്റിയോർസ്, ഉൽക്കകളും മറ്റും ഇവയൊക്കെ കത്തിത്തീരുന്നത് ഇതേ മെസോസ്ഫിയറിലാണ്. മെസോസ്ഫിയർ, മെറ്റിയോർ, എന്ന് ആലോചിക്കുക. മെസോസ്ഫിയർ, മെറ്റിയോർസ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? പിന്നെ തെർമോസ്ഫിയർ വരുന്നു. ഇവിടെ അഗെയിൻ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെയും ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഇവിടുത്തെ നമ്മൾ അയോണോസ്ഫിയറിന്റെ ഭാഗമായിട്ടൊക്കെ പറയാം, അയോൺസിന്റെ ധാരാളം സ്ഥലമുണ്ട്. സോളാർ വിൻഡുകളും മറ്റും വന്നിട്ട് ഈ അയോണുകളുമായിട്ട് എന്താണ് പ്രവർത്തിക്കുകയും അവിടെ എന്താണ് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടാണ് തെർമോസ്ഫിയറിൽ വീണ്ടും എന്ത് ചെയ്യുന്നത്? ഈ രീതിയിൽ ടെമ്പറേച്ചർ ഇൻവേർഷൻ അവിടെയും ഉണ്ടാകുന്നു. അപ്പോൾ ഓരോരോ അന്തരീക്ഷ പാളിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ത് ചെയ്യുക? ഈ രീതിയിൽ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു എന്താണ് ഊഹിച്ചെഴുതാൻ പറ്റുന്ന വേറെ ചോദ്യമാണിത്. ഏതാണ്? കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായിട്ടുള്ള ധാതു ഏത്? എന്താണപ്പ ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റ് എന്നൊക്കെ ആലോചിച്ച് ചിലരിങ്ങനെ ആലോചിച്ചിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ പ്രധാനമായും കണ്ടുവരുന്നത്, കേരളത്തിൽ പ്രധാനമായും കൽക്കരി ഖനികൾ കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോപ്പർ കണ്ടിട്ടുണ്ടോ? കോപ്പർ എവിടെയാ കൂട്ടുകാരെ കാണാറുള്ളത്? ഏറ്റവും കൂടുതൽ കോപ്പർ കാണാറുള്ള സ്ഥലമാണ് ഖേത്രി ബെൽറ്റുകൾ. ഖേത്രി ബെൽറ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഖേത്രി ബെൽറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതെവിടെയാ ഖേത്രി ബെൽറ്റ്? എവിടെയാ? രാജസ്ഥാൻ അല്ലെ? രാജസ്ഥാനിലെ ഖേത്രി ബെൽറ്റ്, നമ്മളുടെ ഛത്തീസ്ഗഡിലുള്ള സിംഘം ബെൽറ്റ് അല്ലെ? പിന്നെ ഏതാണ്? നമ്മളുടെ മധ്യപ്രദേശിന്റെ അവിടെ അല്ലേ ഉള്ളത്? മലാഞ്ച്ഘാർ ബെൽറ്റ് ഒക്കെ. അങ്ങനെയുള്ള കുറെ ബെൽറ്റുകൾ കോപ്പറുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ? കൽക്കരിയുമായി ബന്ധപ്പെട്ട് കുറെ ഇടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? കർണാടകയാണെങ്കിലോ അതുപോലെ തന്നെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഏരിയകളാണെന്നുണ്ടെങ്കിൽ കൽക്കരി കണ്ടിട്ടുണ്ടാകും അല്ലെ? ബോക്സൈറ്റ് ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഏതാണ്? ഒഡീഷ അല്ലെ? ഒഡീഷയാണ് ഏറ്റവും അധികം ബോക്സൈറ്റ് അല്ലെ? ഏതാണ്ട് എനിക്ക് തോന്നുന്നു 80% എവിടെയാണ്? ഒഡീഷയിലാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി എന്താണ് ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ ഇതൊക്കെ നമുക്ക് എന്താണ് കേരളത്തിൽ ബോക്സൈറ്റും കൽക്കരിയും ചെമ്പൊന്നും ഇല്ലെന്ന് അറിയാം. നമുക്ക് അത്യാവശ്യം ഒരു ധാതുക്കളുടെ ഒരു നോളജ് ഉള്ള ഒരു കൂട്ടരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ അറിയാൻ പറ്റും. ഇനി ഇതൊന്നുമില്ലെങ്കിലും എന്താണ് നമുക്ക് അറിയുന്ന രണ്ട് കാര്യങ്ങൾ, നമ്മൾ കേരള ജോഗ്രഫി പഠിക്കുമ്പോൾ ഏറ്റവും അധികം പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന, കേരളത്തിന് തീരപ്രദേശങ്ങളിൽ കരിമണൽ കാണപ്പെടുന്നുവെന്നും ഈ കരിമണലിലുള്ള രണ്ടാളുകൾ ആരൊക്കെയാണ്? തോറിയമും ഇൽമനൈറ്റുമാണ് എന്നും അല്ലെ? തോറിയം, ഇൽമനൈറ്റ്, കരിമണൽ എന്ന് നമ്മൾ സ്ഥിരമായി കേരള ജോഗ്രഫിയിൽ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇത് മാത്രം അറിഞ്ഞാൽ മതി. ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റ് അങ്ങനെ ഇങ്ങനെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രണ്ട് രീതിയിലും ബാക്കിയുള്ള പൊതുവായിട്ടുള്ള അറിവ് വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എലിമിനേറ്റിലെത്താം. ഇനി എങ്ങാനും തോറിയം മാത്രമേ അറിയുള്ളൂ, എലിമിനേറ്റ് അറിയില്ല എന്ന് വിചാരിക്കുക. അതിനാണ് ഞാൻ ആദ്യത്തെ ഭാഗം പറഞ്ഞത് അല്ലെ? കൽക്കരി ഖനികൾ കേരളത്തിലില്ലെന്നും ചെമ്പ് ഖനികൾ കേരളത്തിലില്ലെന്നും ബോക്സൈറ്റ് ഖനികൾ കേരളത്തിൽ ഇല്ലെന്നും നമുക്ക് എന്താണ് ഒരു ജനറൽ ആയിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ കാണാപ്പാണ്ടം പഠിച്ചാൽ ഇത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഏതാണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ജനറൽ, നിങ്ങൾ PSC ആവട്ടെ ഏതൊരു എക്സാം ആവട്ടെ, പ്രത്യേകിച്ച് PSC ഇടയ്ക്കിടയ്ക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഇങ്ങനെയുള്ള വളച്ചു ചുറ്റിയിട്ടുള്ള വലിയ ലൈനുകൾ തന്നുള്ള ക്വസ്റ്റ്യൻസും വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ PSCയുടെ ചെറിയ ചെറിയ രീതികൾ അവിടെ ഇവിടെ മാറുന്നത് കൂട്ടുകാരെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ മുഴുവൻ കാണാണ്ട് പഠിക്കണം എന്നാണോ ഈ ക്വസ്റ്റ്യൻസിലെല്ലാം പറയുന്നത്? അല്ല. എന്താ പറയുന്നത്? നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കണം. നിങ്ങൾ കാര്യങ്ങൾ ജസ്റ്റ് എന്താണ് അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ട് പഠിച്ചാൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ്, പല ജിയോ ടാഗിങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം ഏത് എന്നതാണ് ചോദ്യം. ഏതായിരുന്നു? തെലങ്കാന ആയിരുന്നു. അത് ജനറൽ ഫാക്റ്റ് ആണ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അത് അങ്ങനെ തന്നെ പഠിക്കുക. ഇനി വളരെ പെട്ടെന്ന് എന്താണ് 3 മാർക്കുകൾ അങ്ങോട്ട് എടുത്ത് പോക്കറ്റിലിടാൻ പറ്റിയ ഭാഗമായിരുന്നു ഇതല്ലേ. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 951. ആരെങ്കിലും 950 പോയി എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യരുതായിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ 950 എന്താണ് വന്നു. പ്ലാനിംഗ് അനുസരിച്ചുള്ള പഞ്ചവത്സര പദ്ധതികൾ 5 ഇയർ പ്ലാൻ ആരംഭിക്കുന്നത് 951.
ഈ 50 തന്നത് അതിനു വേണ്ടി മാത്രമാണ്. 50 എന്തിനാ തന്നത്? പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു എന്നൊരു ഓർമ്മയിൽ ചിലർ ചാടിക്കയറി 950 എന്ന് ചിലർ മാർക്ക് ചെയ്യും. അതിനുവേണ്ടിയാണ് 950 ഇവിടെ തന്നത്. 951 എന്ന് കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നീതി ആയോഗ് NDA ഗവൺമെന്റ് വന്ന ഉടനെ ചെയ്ത ആദ്യത്തെ കാര്യങ്ങളൊന്നായിരുന്നു. 2015 നീതി ആയോഗ് സ്ഥാപിച്ചത്. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ബാക്കിയുള്ള അതിന്റെ എന്താ പറയുക പ്രധാനപ്പെട്ട ആളുകൾ അല്ലെ, CEO, വൈസ് ചെയർമാൻ, അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾ ആലോചിക്കണം. അതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. 15ാമത്തെ ചോദ്യം എന്താ? ഇന്ത്യയിൽ നടപ്പാക്കി വരുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളല്ല. ജനറൽ ക്വസ്റ്റ്യൻ അല്ലേ? സാമ്പത്തിക വളർച്ച ടിക്ക്, സാമൂഹിക സമത്വം, സ്വയം പര്യാപ്തത ടിക്ക്, ആധുനികവൽക്കരണം ടിക്ക് അല്ലെ, എല്ലാം. ഇനി പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ ഇവർ ചോദിച്ചു ഇങ്ങനെ അല്ലെ. ഇനി നിങ്ങൾ അടുത്ത തവണത്തേക്ക് നിങ്ങൾ അടുത്ത ഫേസുകളിലുള്ള ആളുകൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്ന, ഞാൻ ക്വസ്റ്റ്യൻ ഊഹിച്ച് പറയുകയും എന്തായും വരുമെന്നും പറയുമല്ല, എനിക്ക് തോന്നുന്നു, ജസ്റ്റ് ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലത് എന്ന് തോന്നുന്ന ഒരു കാര്യം പറയാം. ഓരോരോ വർഷങ്ങളും ആയി ബന്ധപ്പെട്ടിട്ടുള്ള തീമുകളുണ്ട് അല്ലെ. ഓരോ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തീമുകളുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഏത് പഞ്ചവത്സരയുടെ സമയത്താണ് ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ചില മുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചില മുദ്രാവാക്യങ്ങൾ, അങ്ങനെ പല പല മുദ്രാവാക്യങ്ങൾ വന്ന സമയങ്ങളുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് അല്ലെ, ആളുകളെ ഒപ്പം കൂട്ടിക്കൊണ്ടുള്ള ഗ്രോത്തുകൾ, വളർച്ച, ഇത്തരത്തിലുള്ള എന്താണ് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളർച്ച, ഇങ്ങനെയുള്ള തീമുകൾ എന്ത് ചെയ്യുക, അടുത്ത തവണയുള്ള ഫേസുകളിലുള്ള കൂട്ടുകാർ ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവിടെ തന്നെ ഓൾറെഡി ചോദിച്ചു പോകുന്നത് കൊണ്ട് ഇനി എന്ത് ചെയ്യും, അടുത്ത ഫേസുകളിലേക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ക്വസ്റ്റ്യൻസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അവർക്ക് പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും ഡയറക്റ്റ്ലി ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത തവണ എന്ത് ചെയ്യാം? കാരണം നോക്കൂ, എക്കണോമിക്സിൽ ഇപ്രാവശ്യം ഡയറക്റ്റ് ചോദ്യങ്ങൾ അല്ലെ. പൊളിറ്റി നോക്കൂ, നിങ്ങൾ എക്കണോമിക്സ് നോക്കൂ, വളരെ ഡയറക്റ്റ് ആയിട്ട് എടുത്തങ്ങ് ചോദിച്ചിട്ട് പോയിരിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ അടുത്ത തവണയോ അതിൻ്റെ അടുത്ത തവണ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തീരുമ്പോൾ അവർ സ്റ്റേറ്റ്മെന്റ് തലത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ഭയങ്കര ടഫാക്കുക എന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സുഖമായി അയച്ചെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ അതിലെന്ത് ചെയ്യും, ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്തത്, ഇന്ത്യയിലെ GDP കണക്കാക്കുന്നത് ആര് അല്ലെ. നമ്മളുടെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ആൻസറാണ്. ഇതിൽ നിങ്ങൾക്ക് വലിയ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ്. പ്രശ്നമില്ലല്ലോ. ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. NSSO എന്താണ്? പലപ്പോഴും ഈ ബാക്കിയുള്ള കണക്കുകൾ, ഫാമിലി സർവേയും അത്തരത്തിലുള്ള പല പല സർവേകളും മറ്റും എടുക്കുന്ന ആളുകളാണ് NSSO അല്ലെ. RBI GDP കണക്കാക്കാൻ വരില്ലെന്നും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അല്ല അതിലെന്നും കൂട്ടുകാർക്ക് ഒരു ഊഹം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അല്ലെ. അത് എന്താ പറയുക, ഇത് ധനകാര്യ മന്ത്രാലയം എന്താണ്, ഡയറക്ട്ലി ഗവൺമെന്റിന്റെ തന്നെ ഒരു മിനിസ്റ്ററിയാണ്. RBI ഇതേ അല്ല നോക്കുന്നത്, വേറെ രീതിയാണ്. CSOയും NSSOയും തമ്മിലൊരു ഒരു എന്താ പറയുക പ്രശ്നമാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത തോന്നുന്നു. അതിൽ NSSOന്റെ ഒരു പൊതു സ്വഭാവം അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് എത്രത്തോളം ഡീപ്പായിട്ട്, എത്രത്തോളം അങ്ങനെ ഒരു പൊതു സ്വഭാവം കൂട്ടുകാർക്ക് എത്രത്തോളം അറിയുമെന്ന് എനിക്ക് അറിയില്ല. CSO ആണ് ഇത് ആൻസർ വരുന്നത്. അടുത്ത ഏതാണ് ചോദ്യം? റിപ്പീറ്റഡ് ചോദ്യമാണ് ഇത്. ഇത്രയൊന്നും പാടുപെടുന്ന എനിക്ക് PSCയിലെ പല ആളുകളും ഓൾറെഡി ഇത് പഠിച്ചു വെച്ചിട്ടുള്ള ചില ചോദ്യമായിരിക്കും. ഞാൻ അല്ലാത്ത ആളുകൾക്ക്, ഇത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു രീതിയിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കൂ. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ സാക്ഷരത, ഡിജിറ്റൽ അടിസ്ഥാന വികസനം. ഏതാണ്? ഡിജിറ്റൽ ഇന്ത്യ അല്ലെ. മേക്ക് ഇൻ ഇന്ത്യ എന്താണ്? അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടത് അല്ലെ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുക, മേക്ക് ഇൻ ഇന്ത്യയാണ് അല്ലെ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്താണ്? സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനാണ് ഇത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ അല്ലെ. ലിറ്റിൽ കൈറ്റ്സം എന്താണ്? എൻറ്റയർലി വേറെ രീതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. അപ്പൊ വല്ലാണ്ട് ആലോചിച്ച് നിങ്ങൾ കുളമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ ഡയറക്ട്ലി എഴുതി പോകാൻ പറ്റുന്ന ഒരു ആൻസർ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ശില്പി ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ ശില്പി ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. കഴിഞ്ഞ SSCയുടെ CHSL എക്സാമുകൾ, ഈ അടുത്ത് നടക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ പല എക്സാമുകളിലും എന്താണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. PSCയും ചുറ്റുപാടും നടക്കുന്ന എക്സാമുകൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. വർഗീസ് കുര്യൻ ധവള വിപ്ലവം, ഡോക്ടർ MS സ്വാമിനാഥൻ ഏതാണ്? ഹരിത വിപ്ലവം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരായിരുന്നു കൂട്ടുകാരെ? സുമൻ ബരി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. 20ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അല്ലെ. 42ാം ഭരണഘടന ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറയാറുള്ളതാണ്. പ്രധാനപ്പെട്ട കുറെ ഭരണഘടനാ ഭേദഗതികളുണ്ട് അല്ലെ. ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. 7 അറിഞ്ഞിരിക്കണം. 9, 11 ആ ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. പിന്നെ 42 അല്ലെ. 42 ഉണ്ട്. 42ന്റെ കുറെ ഭാഗങ്ങൾ ഇല്ലാതാക്കാൻ ഉണ്ടാക്കിയ 41 ഉണ്ട്. 61 വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ കുറെ അധികം 91, 97 അല്ലെ. ഇതിനിടയിലും 73, 74 ഇങ്ങനെ കുറെ അധികം പ്രധാനപ്പെട്ട 52 അല്ലെ. ഇങ്ങനെ കുറെ ഭരണഘടന എന്താണ് ഭേദഗതികളുണ്ട്. പിന്നെ അടുത്ത ഏതാ? എപ്പോഴും ഞാൻ റേഞ്ച് പറയാറുണ്ട്. ഏതാണ്? 99 മുതൽ 106 വരെയുള്ള ഭരണഘടനാ ഭേദഗതി. ഈ ഞാൻ എഴുതിയിട്ടുള്ളവ എന്ത് ചെയ്യുക? തീർച്ചയായും പഠിച്ചിട്ട് പോവുക.
ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ എന്ത് വേണം, അറിവുണ്ടായിട്ട് മാത്രം നിങ്ങൾ എക്സാമുകൾക്ക് പോകണം, ഈ ഞാൻ എഴുതിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട്. ഇനി ഈ ഭരണഘടനാ ഭേദഗതികളിലെ ഏറ്റവും മുന്നൻ ആരാണ്? 42 അല്ലെ. അത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്? കാരണം ഒന്നാമത്തെ ഭാഗം എന്താണ്? ചോദ്യത്തിലെ ആൻസർ തന്നെയാണ്. എന്തൊക്കെ ചെയ്തു? സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ചേർത്തു, സെക്യുലർ എന്ന വാക്ക് ചേർത്തു, അഖണ്ഡത എന്ന വാക്കും ചേർത്തു. സമത്വവും സാഹോദര്യവും ചേർത്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടില്ല. സോ 1 and 3 ആണ് ആൻസർ. ഏതാണ്? ബി, ഓപ്ഷൻ ബി 1 and 3 ആണ് ആൻസർ വരുന്നത്. ഇനി ഈ അഖണ്ഡത ചിലർക്കെങ്കിലും അറിയില്ലെങ്കിൽ അതിന്റെ ഏത് വാക്ക്, അതിന്റെ ഇംഗ്ലീഷ് വാക്ക് ഓർത്ത് വെക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി, ഇന്ദിരാഗാന്ധി. IN ഫോർ ഇന്ദിര. കാരണം എന്താ അറിയോ? യൂണിറ്റി, ഇന്റഗ്രിറ്റി, ഈക്വാലിറ്റി അല്ലെ, ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇംഗ്ലീഷിലുള്ള ഭാഗത്ത് എന്ത് ചെയ്യും? സംശയം. LD യുടെ കാര്യമല്ല പറയുന്നത്, ബാക്കിയുള്ള എക്സാമ്പിളിൽ ഇംഗ്ലീഷിൽ വരുമ്പോൾ ചിലപ്പോൾ സംശയം വരാറുണ്ട്. അപ്പോൾ അഖണ്ഡതയുടെ ഏതാണ്? ഇംഗ്ലീഷ് ഇന്റഗ്രിറ്റി ആണെന്ന് ഓർത്ത് വെച്ചാൽ ഇന്ദിരാഗാന്ധി അല്ല ഇത് കൊണ്ടുവരുന്നത്. IN ഫോർ ഇന്ദിര, ഇന്റഗ്രിറ്റി, അഖണ്ഡത എന്ന് കൂട്ടുകാർക്ക് ഓർത്ത് വെക്കാനായിട്ട് ചിലപ്പോൾ ചിലർക്ക് എളുപ്പമായിരിക്കും. ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എളുപ്പമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇന്റഗ്രിറ്റി. അപ്പോൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ, അഖണ്ഡത ഇവയാണ് എന്ത് ചെയ്യുന്നത്? ചേർക്കുന്നത് എന്ന് എന്ത് ചെയ്യുക? കൂട്ടുകാർ മനസ്സിലാക്കുക. ഇനി 42 ഭേദഗതിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാതെ പോകാൻ നമുക്ക് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല. ഈ 3 വാക്കുകൾ ചേർത്തതിനോടൊപ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന പേരിൽ എന്ത് ചെയ്യുകയാണ്? 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 51A എന്ന് പറയുന്ന പാർട്ടും ആഡ് ചെയ്ത ഭരണഘടനാ ഭേദഗതിയായിരുന്നു. ആണല്ലോ, സംശയങ്ങളില്ലല്ലോ. ഓൾസോ പ്രസിഡന്റ് ഇനി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ്, ഉപദേശം എന്ത് ചെയ്യണം? പ്രസിഡന്റ് അനുസരിക്കണം. അതായത് അതെന്താണ്? ബൈൻഡിങ് ആക്കി അല്ലെ. എന്താണ്? ബൈൻഡിങ് ആക്കി. പ്രസിഡന്റിന്റെ എന്താണ്? പ്രസിഡന്റ് ഈസ് ബൗണ്ട് ബൈ ദ അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് ഒരു മാറ്റം വന്നു. മനസ്സിലാവണം? അതായത് പ്രധാനമന്ത്രിയുടെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെയും പവർ കൂട്ടി. ഇൻ ഷോർട്ട്, ആർട്ടിക്കിൾ 323A and B കൊണ്ടുവന്നു. ഇതെന്താണ്? ഇവ എന്തിനെ കുറിച്ചാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളും ബാക്കിയുള്ള ട്രിബ്യൂണലുകളും. ധാരാളമായി ചോദ്യം വന്നിട്ടുള്ള ഭാഗമാണ്, ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. 3 പുതിയ DPSPs ആഡ് ചെയ്തു, ഒരു DPSPയിൽ അമെൻമെന്റ് വരുത്തി. ആണല്ലോ, കൃത്യമാണല്ലോ. ഇത്രയും വ്യത്യാസങ്ങൾ എന്താണ്? കാതലായി. പിന്നെ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഹൈക്കോടതികളെയും മറ്റും അവരുടെ ജൂറിസ്ഡിക്ഷനെ ബാധിക്കുന്ന കുറെ തീരുമാനങ്ങൾ എടുത്തു. ഇങ്ങനെ പല പ്രശ്നങ്ങളും എന്താണ്? കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം നടത്തിയ 42 ഭേദഗതി. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു കുഞ്ഞു ഭരണഘടന എഴുതുന്ന എഫക്റ്റ് ഉണ്ടായതുകൊണ്ട് ഇതിനെ എന്ത് പേരിൽ വിളിച്ചു? ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആളുകൾ വിളിച്ചു. മനസ്സിലായോ? ഇത് ആലോചിക്കാനായിട്ട് പ്രത്യേകം കൂട്ടുകാർ ശ്രദ്ധിക്കുക. 21 നോക്കൂ. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? അംഗമല്ലാത്തത്. ഇത് നിങ്ങൾക്ക് രാജകുമാരി അമൃത് കൗറോ രേണുകാ റായിയോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. എന്തറിഞ്ഞാൽ മതി? കേരളത്തിൽ നിന്ന് 3 വനിതകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് പോയിട്ടുള്ളത് അല്ലെ. ആരൊക്കെയായിരുന്നു അത്? അമ്മു സ്വാമിനാഥൻ, പിന്നെ ആരായിരുന്നു? ആനി മസ്കറിൻ, ദളിത് സ്ത്രീയായിട്ട് വിപ്ലവ മുന്നേറ്റം ഉണ്ടാക്കിയ ദാക്ഷായണി വേലായുധൻ. ഇവർ 3 പേരല്ലേ മലയാളികൾ? ഈ 3 പേരല്ലേ പോയിട്ടുള്ളൂ. ഈ 3 പേര് നമ്മൾ കാണാപ്പാടം പഠിച്ചു വെക്കുന്ന 3 പേരുകളല്ലേ. അപ്പൊ അക്കാമ ചെറിയൻ ഉണ്ടാവുമോ അതില്? അക്കാമ ചെറിയാൻ ഇല്ല അല്ലെ. അക്കാമ ചെറിയൻ എന്താണ്? രാജധാനി മാർച്ചൊക്കെ നടത്തി ഫേമസ് ആയിട്ടുള്ള അക്കാമ ചെറിയനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ചോദ്യം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, അക്കാമ ചെറിയാൻ. അടുത്ത ചോദ്യം ഏതാണ്? കൂടുതൽ അധികാരത്തോടുകൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തി? അതായത് നമ്മൾ എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പല സ്വഭാവങ്ങളും പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ എടുത്തു എന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്ത്യയുടെ ഒരു ഫെഡറൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഫെഡറൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നത്? മുന്നോട്ടെടുത്ത് വെക്കുന്നത് അല്ലെ. ഇന്ത്യൻ ഫെഡറലിസം പക്ഷേ എങ്ങനെയാണ്? കേന്ദ്ര ഗവൺമെന്റിന് കുറച്ച് അധികാരങ്ങൾ കൊടുക്കുന്നതാണ്. നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ എപ്പോഴും പറയാറുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന് കൂടിയ അധികാരം എന്ന് പറയുമ്പോൾ ആരെ ആലോചിക്കണം? കാനഡയെ ആലോചിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. കാരണം ഈ സ്വഭാവമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കാനഡയിൽ നടത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് കൂടിയ അധികാരം എന്ന് പറയുന്ന ഒരു രീതി പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പിക്കുന്നുണ്ട്. ആ രീതികൾ കൂടി കാനഡയിൽ നിർത്തുക. എന്തൊക്കെയായിരുന്നു കാനഡയിൽ നിർത്തുക രീതികൾ എന്ന് കൂട്ടുകാർക്ക് അറിയുമോ? ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? റെസിഡ്യൂറി പവറുകളാണ്. ഇതാണ് അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറയില്ലേ നമ്മൾ? അവശിഷ്ടാധികാരങ്ങൾ
എന്താണ് അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലെ, സർട്ടൺ കാര്യങ്ങൾ എവിടേക്ക് കൊടുത്തിട്ടുണ്ട്? സെൻട്രലിൽ കൊടുത്തിട്ടുണ്ട്. സർട്ടൺ പവറുകൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്? സ്റ്റേറ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ എണ്ണം കൺകറന്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, ഇതിലൊന്നുമില്ലാത്ത പുതിയ ഒരു സബ്ജക്ട് വരികയാണെന്ന് വിചാരിക്കുക. പുതിയൊരു സബ്ജക്ട് വന്നാൽ അതാണ് അതിന്റെ അധികാരം റെസിഡ്യൂറി പവർ എന്നാണ് പറയുക, അവശിഷ്ട അധികാരം എന്നാണ് പറയുക. അത് ഇന്ത്യയിൽ എവിടെയാണ്? അത് കേന്ദ്രത്തിന്റെ അടുത്താണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് പാർലമെന്റിന്റെ അടുത്ത് നമുക്ക് പറയാം, പക്ഷെ കേന്ദ്രമാണ് എന്ത് ചെയ്യുന്നത്? അവസാനം തീരുമാനിക്കുന്നത്. ഈ റെസിഡ്യൂറി പവർ സെൻട്രലിന്റെ അടുത്തായിരിക്കും എന്ന് പറയുന്ന ഈ ആശയവും നമ്മൾ കാനഡയിൽ നടത്തിയിട്ടുള്ളത്. ഇനി കേന്ദ്രം സംസ്ഥാനങ്ങളുടെ മുകളിൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് അല്ലേ, പക്ഷെ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഗവർണർമാരിലൂടെയാണ്. അമേരിക്കയിൽ അങ്ങനെയല്ല അല്ലെ, കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട് സ്റ്റേറ്റുകൾക്ക്. ഇന്ത്യയിൽ സെന്റർ ഗവർണർമാർ വഴിക്കാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റുകളുടെ മുകളിൽ അധികാരം ഉറപ്പിക്കുന്നത്. അതായത് ഗവർണർമാർ സെൻട്രലിന്റെ ഒരു ഏജന്റ്, കേന്ദ്രത്തിന്റെ ഏജന്റുകളായിട്ടാണ് ഗവർണർമാർ പ്രവർത്തിക്കുക അല്ലെ. ഈ ഒരു രീതി, അതായത് ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് സെന്റർ ആണ് എന്ന രീതി നമ്മൾ എടുത്തതും എവിടെ നിന്ന് തന്നെയാണ്? കാനഡയിൽ നിന്ന് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ റെസിഡ്യൂറി പവർ സെൻട്രലിന്റെ അടുത്ത്, ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുന്ന സെൻട്രലിന്റെ അടുത്ത്, ഇതൊക്കെ കാനഡയിൽ നിന്നാണ് എടുത്തത്. കാരണം എന്താണ്? ഈ അധികാരം കൂടുതൽ അധികാരം, സെൻട്രലിന് അധികാരം കൂടിയ രീതിയിലുള്ള ഫെഡറലിസം എന്ന രീതി കാനഡയിൽ നിന്നാണ് നമ്മൾ എടുത്തത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ കാര്യങ്ങൾ അപ്പം എന്ത് ചെയ്യുക? ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓൾസോ എന്താണ്? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അല്ലെ, സുപ്രീം കോടതിയിൽ എന്താണ്? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉണ്ട് അല്ലെ. അപ്പോൾ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എവിടെ നിന്നാണ് എടുത്തത്? അതും കാനഡയിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? എടുത്തിട്ടുള്ളത് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ പഠിക്കേണ്ടതുണ്ട്. ഏതൊക്കെ ആളുകളുടെ അടുത്ത് നിന്ന് എന്തൊക്കെ എടുത്തു എന്ന് കൂട്ടുകാർ എന്ത് ചെയ്യണം? വൃത്തിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ, അമേരിക്ക നിങ്ങൾ എടുക്കുകയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കൂട്ടുകാരെ അമേരിക്കയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്? കൂട്ടുകാർക്ക് അറിയാമോ ഏതൊക്കെയാണെന്ന്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ അല്ലെ. അതുപോലെ തന്നെ ഏതാണ്? ജുഡീഷ്യറിയുടെ എന്താണ്? സ്വാതന്ത്ര്യം അല്ലെ. ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് ആരുടെ അടുത്ത് നടത്തിയിട്ടുള്ളത്? സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏതാണ്? നീതിന്യായ സംവിധാനം എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അല്ലെ. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം നമ്മൾ അമേരിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പ്രസിഡന്റിന്റെ റിമൂവൽ, പ്രസിഡന്റിനെ നമ്മൾ ഇംപീച്ച് ചെയ്യാറുണ്ട് അല്ലെ. പ്രസിഡന്റിനെ പുറത്താക്കൽ, പ്രസിഡന്റിന്റെ ഇംപീച്ച് ചെയ്യുന്ന രീതി നമ്മൾ എവിടെ നടത്തിയിട്ടുള്ളത്? അമേരിക്കയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് എവിടെ നടത്തിയിട്ടുള്ളത്? അമേരിക്കയിൽ നിന്നാണ് നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഈ ആശയങ്ങളൊക്കെ നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നടത്തിയിട്ടുള്ളതാണ്. മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ്, ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡന്റിനെ പുറത്താക്കുന്ന ഇംപീച്ച്മെന്റ് രീതി, വൈസ് പ്രസിഡന്റ് എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ അമേരിക്കയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? എടുത്തിട്ടുള്ളതാണ്. ഇനി ജർമ്മനി, വെയ്മർ റിപ്പബ്ലിക് എന്ന് എടുത്തിട്ടുള്ളതോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു എമർജൻസിയുടെ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യും? അത് സസ്പെൻഡ് ചെയ്യപ്പെടും എന്ന് പറയുന്ന രീതി നമ്മൾ ജർമ്മനിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? കൂട്ടുകാർ ആലോചിക്കാനായിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമാണല്ലോ? സംശയങ്ങളില്ലല്ലോ? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് കൂട്ടുകാർക്ക് അറിയാമെന്നോ, എമർജൻസി പ്രൊവിഷൻസ് എവിടെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് എമർജൻസി പ്രൊവിഷൻസ് ഉള്ളത്. എമർജൻസി സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടും എന്ന് പറയുന്ന ആശയമാണ് ജർമ്മനി നടത്തിയിട്ടുള്ളത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുക? കൂട്ടുകാര് ശ്രദ്ധിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്? കൂട്ടുകാര് മാറിപ്പോകരുത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ? 23-ാം ചോദ്യം. ഇന്ത്യൻ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ലോകസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. നോക്കൂ, തിരഞ്ഞെടുക്കപ്പെടുന്ന MP-മാർക്ക് മാത്രം എന്ന് പറയുന്ന രീതി എവിടെയാണ്? പ്രസിഡന്റിന്റെ കാര്യത്തിലാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രസിഡന്റിന്റെ കാര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രൽ കോളേജിൽ നമ്മളുടെ പാർലമെന്റിന്റെ 2 സഭകളിലുള്ള ഇലക്ടഡ് മെമ്പർമാർക്ക് മാത്രം, തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർക്ക് മാത്രം എന്ന് പറയുന്ന ഒരു രീതി എവിടെയാണുള്ളത്? അത് പ്രസിഡന്റിന് മാത്രമാണ്. അപ്പോൾ ഒന്ന് ശരിയല്ല. നോക്കൂ, ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ശരിയല്ല എന്ന് അറിഞ്ഞാൽ A അല്ല, C അല്ല,
എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് രണ്ടും മാത്രം നോക്കിയാൽ മതി. അതിലേതാണ് 2ഉം 3ഉമാണ് ശരി അല്ലേ? ഏതാണ്? ലോകസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശമുണ്ട്, രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശമുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഏതാകുന്നു? ഓപ്ഷൻ ബി ആണുള്ളത്. ഏതാണ്? 23ന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. അടുത്ത ചോദ്യം 24. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിനെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയമേത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടാത്തത് ഏത്? നോക്കൂ, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഓർമ്മയുണ്ടോ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതറിയുമെങ്കിൽ നമുക്ക് കൺകറന്റ് ലിസ്റ്റിലെയും എന്താ പറയുക സെൻട്രൽ ലിസ്റ്റിലെയും കൺകറന്റ് ലിസ്റ്റിലെയും സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് എല്ലാം കണ്ണട പിടിച്ച് ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഈ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അത് ഒരു തലം അങ്ങനെ വേണമെങ്കിൽ ഈ ചോദ്യത്തിന് എടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 42nd അമെൻമെന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ? 42nd അമെൻമെന്റിലാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 വിഷയങ്ങൾ എങ്ങോട്ട് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അതിൽ പാർലമെന്റിനും ഇനി നിയമം നിർമ്മിക്കാമെന്ന രീതിയിലേക്ക് മാറ്റി. മനസ്സിലാവുന്നുണ്ടോ? 42ാമത് ഭരണഘടനാ ഭേദഗതിയിൽ ഈ മാറ്റിയ 5 എണ്ണത്തിൽ ഒന്നായിരുന്നു വനം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എന്താണ് വനം ഇമ്പോർട്ടൻ്റ് ആണ്. വനം കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതാണ് ഇടയ്ക്ക് വെച്ചിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ചോദ്യം വന്നു എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഏതൊക്കെയാ മാറ്റിയേ? വനം, ഫോറസ്റ്റ് മാറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കി. വിദ്യാഭ്യാസം, ഏതാണ്? വിദ്യാഭ്യാസം എന്ത് ചെയ്തു? മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, അളവ് ആൻഡ് തൂക്കം, ആ പരിപാടികളില്ലേ, അത് എന്ത് ചെയ്തു? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. വൈൽഡ് അനിമൽസിന്റെ പ്രൊട്ടക്ഷൻ, ഇതാണ് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസ് ആൻഡ് ബേർഡ്സ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? മാറ്റപ്പെട്ടു. എവിടേക്ക്? 5 എണ്ണം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. സെൻട്രൽ ലിസ്റ്റിലേക്ക് അല്ല മാറ്റിയത്, കൺകറന്റ് ലിസ്റ്റിലേക്കാണെന്ന് പ്രത്യേകം ആലോചിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ പോയിന്റ് പ്രത്യേകം ആലോചിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഈ വിഷയങ്ങൾ എല്ലാം ഇപ്പോൾ എവിടെയാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് എന്നുകൂടി ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ ഫുൾ ന്യൂസിലുള്ള സമയമാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ 4 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 26 ഏതാണ്? ഐക്യരാഷ്ട്രസഭ. എനിക്ക് തോന്നുന്നു 2026 ഐക്യരാഷ്ട്രസഭയുടെ പ്രസിഡന്റിനെ ഇനി തിരഞ്ഞെടുക്കാൻ തോന്നുന്നു. എനിക്ക് കൃത്യമായി ഉറപ്പില്ല, ഞാൻ ഒരു ഊഹം പറഞ്ഞാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആയ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? എവിടെയാണ്? പോർച്ചുഗലാണ്. എവിടെയാണ്? പോർച്ചുഗൽ ആണ് അദ്ദേഹത്തിന്റെ നാട്. ഇനി ഒരു കാര്യം കൂടി കൂട്ടുകാരൻ ചെയ്യുക, ആലോചിക്കുക. ഐക്യരാഷ്ട്രസഭ, നമുക്ക് UN കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ? അന്താരാഷ്ട്ര സംഘടനകൾ UN കുറിച്ച് പഠിക്കാറുണ്ട്. ഇതെങ്ങനെ എടുക്കുക അറിയോ കൂട്ടുകാർക്ക്? ഈ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറിനെ, അതായത് നമ്മളുടെ പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്. സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയില്ലേ? സെക്യൂരിറ്റി കൗൺസിലിലെ 9 അംഗങ്ങളെങ്കിലും എന്ത് ചെയ്യണം? ഈ ഒരു രീതി വളരെ മോശം രീതിയായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. 9 അംഗങ്ങളുടെ സപ്പോർട്ടെങ്കിലും വേണം. അതിനുശേഷം 5 വീറ്റോ പവറുള്ള ആൾക്കാരിൽ ആരും വീറ്റോ ചെയ്യരുത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരെ എന്ത് ചെയ്യും? ജനറൽ അസംബ്ലിയിലേക്ക് എന്ത് ചെയ്യും? ഇവര് ഈ പേരുകൾ കൊടുക്കും. എന്നിട്ട് ജനറൽ അസംബ്ലി എന്ത് ചെയ്യും? ഇവരെ എടുക്കും. ജനറൽ അസംബ്ലിക്ക് ഇപ്പം എന്താണ്? ഇവരെ വെറുതെ തെരഞ്ഞെടുക്കുക എന്നുള്ളൊരു പാർട്ട് മാത്രമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു 5 എന്താ പറയുക വീറ്റോ പവറുള്ള ആൾക്കാരിൽ ഏതെങ്കിലും ഒരാൾ എതിർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മറ്റേ ആളെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇതിനെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെയൊക്കെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യ പാർട്ടിലെ ചർച്ച നമ്മൾ ഇത്രയും ചോദ്യങ്ങളിലാണ് നടത്തുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷൻസ് കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ചർച്ച എന്ത് ചെയ്യാം? നമുക്ക് തുടരാം. അടുത്ത 2 പാർട്ടോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗം മൊത്തത്തിൽ അവസാനിപ്പിക്കാം. ഒപ്പം ഓപ്ഷൻസിലും എക്സ്ട്രാ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇനി വരാൻ പോകുന്ന എക്സാംസിലേക്കും ഗുണം ചെയ്യുന്ന രീതിയിൽ ചർച്ച നമുക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു എവരിവൺ.